മക്കളെ, എല്ലാവർക്കും ഓൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെ ടോപ്പ് 10 സീരീസിലെ ടോപ്പ് 10 ക്വസ്റ്റ്യൻസിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിങ്ങൾ ഒരു കാരണവശാലും മിസ് ചെയ്യാൻ പാടില്ലാത്ത, നിങ്ങൾ പരീക്ഷയിൽ എന്തായാലും കാണാൻ പോകുന്ന ചോദ്യങ്ങൾ 10 ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങളിത് മിസ് ചെയ്യരുത്. ഓൾസോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, മാക്സിമം ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം, നിങ്ങൾ ഈ ചാപ്റ്റർ ഇതുവരെ പഠിക്കാത്തവരാണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം മക്കളെ, യൂട്യൂബിൽ പോയിട്ട് ഓൾട്ടർനേറ്റീവ് കറണ്ട് എക്സാമിനർ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ 2 ലൈവ് കാണും. നിങ്ങൾക്ക് ഏത് ലൈവിലും വേണമെങ്കിൽ കാണാം. എന്നിട്ട് ആ ചാപ്റ്റർ പഠിച്ചെടുക്കുകയാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. അത് ഇതുവരെയായിട്ട് പഠിക്കാത്തവരാണ് തീർച്ചയായും ഇതൊന്ന് കണ്ടിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. എന്താണെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതാണ് റെക്കമെൻഡഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പ് 10 ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഫസ്റ്റ് ചോദ്യം പിടിച്ചോളൂ മക്കളെ. ഇതുപോലത്തെ ഒരു ചോദ്യം എന്തായാലും പരീക്ഷയിൽ കാണാൻ ചാൻസ് ഉണ്ട്. ഇൻസ്റ്റന്റേനിയസ് എ സി വോൾട്ടേജ് അപ്ലൈഡ് ഈസ് വിന്റെ ഇക്വേഷൻ തന്നിട്ട്, വോൾട്ടേജിന്റെ ഇക്വേഷൻ തന്നിട്ട് ചോദിക്കുകയാണ് ഫൈൻഡ്. എന്താണ് ചോദിക്കുന്നത്? പീക്ക് വാല്യൂ, ഫ്രീക്വൻസി, RMS വോൾട്ടേജ്. അപ്പോൾ ഒരു ഇക്വേഷൻ തന്നിട്ട് നിങ്ങളോട് ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഈ ഒരു ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് എന്താണ്? സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഇതാണ്: V is equal to V0 സൈൻ ഒമേഗ ടി. V0 എന്ന് പറഞ്ഞാലാണ് നമ്മുടെ പീക്ക് വാല്യൂ, ഒമേഗ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആംഗുലർ ഫ്രീക്വൻസി ആണ്, ടി എന്ന് പറഞ്ഞാൽ ടൈമാണ്, സമയമാണ്. ഇതാണ് നമ്മുടെ ജനറൽ ഫോം. അപ്പോൾ ഇതുപോലത്തെ ചോദ്യം ചെയ്യണം, നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ജനറൽ ഫോമും നമ്മൾ തന്നിരിക്കുന്ന ഫോമുമായിട്ട് കമ്പയർ ചെയ്യാം. സൈനിൻ്റെ പുറത്തുള്ള ആളാണ് പീക്ക് വാല്യൂ V0. ഇവിടെ സൈനിൻ്റെ പുറത്തുള്ള ആളാരാണ്? 220 ആണ്. അപ്പോൾ 220 ആയിരിക്കും V0. അപ്പോൾ V0 എന്തായി കിട്ടി മക്കളെ? V0 അഥവാ പീക്ക് വാല്യൂ ഇസ് ഈക്വൽ ടു 220 വോൾട്ട് ആയിരിക്കും. പീക്ക് വാല്യൂ സിമ്പിളായിട്ട് കിട്ടി. ഇനി വേണം അവർക്ക് RMS വാല്യൂ ചോദിക്കാം. ഇവിടെ RMS ചോദിച്ചിട്ടുണ്ട്, കണ്ടുപിടിക്കാം, അവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ ഫ്രീക്വൻസി ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം ടീൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ആളാണ് ഒമേഗ. അത് ഫ്രീക്വൻസി അല്ല, ആംഗുലർ ഫ്രീക്വൻസിയാണ്. ആയിക്കോട്ടെ, അങ്ങനെയാണ് ഈ ഇക്വേഷൻ ടീൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ആരാണ്? 100 പൈ ആണ്. അപ്പോൾ 100 പൈ ആയിരിക്കും ഒമേഗ. അപ്പോൾ നമുക്ക് ഒമേഗ എന്താണെന്ന് കിട്ടി. ഒമേഗ ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 100 പൈ ആണ്. പക്ഷെ അവർ ചോദിച്ചിരിക്കുന്ന ഫ്രീക്വൻസിയാണ്. ഈ ഫ്രീക്വൻസി ഒമേഗ തമ്മിൽ ബന്ധം എന്താണ്? ഒമേഗയുടെ ഫോർമുല എന്താണ് മക്കളെ? 2π ഇൻറ്റു ഫ്രീക്വൻസിയാണ്. 2πf എന്നാണ്. ആ എഫ് ആണ് ഫ്രീക്വൻസി. ഓക്കെ, അപ്പോൾ 2πf ഇസ് ഈക്വൽ ടു 100 പൈ എന്ന് കിട്ടി. നമുക്ക് വേണ്ടത് എഫ് ആണ്, ഫ്രീക്വൻസിയാണ്. 2π ഇപ്പുറത്തേക്ക് പറഞ്ഞു വിടാം. അപ്പോൾ 100 പൈ ഡിവൈഡ് ബൈ 2π എന്ന് വരും. പൈയും പൈ കട്ട് ചെയ്താൽ 100/2 50 ആണ് കിട്ടുക. ഹേർട്സ് ആണ് ഫ്രീക്വൻസിയുടെ SI യൂണിറ്റ്. സോ ആൻഡ് ആൻസർ വിൽ ബി 50 ഹേർട്സ്. 50 ഹേർട്സ് ആയിരിക്കും ഫ്രീക്വൻസി. അപ്പോൾ ഇങ്ങനെ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം. സിമ്പിളാണ്. ഇനി ഒമേഗ ആയിരുന്നു ചോദിച്ചെങ്കിൽ ഒമേഗ 100 പൈ ആണ്, അതും കിട്ടും. ജസ്റ്റ് ഇതായിട്ട് കമ്പയർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. ഇനി വേണം അവർക്ക് പരീക്ഷയിൽ എന്ത് ചെയ്യാം, ടൈം പീരീഡ് ചോദിക്കാം. ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ മക്കളെ 1/ഫ്രീക്വൻസി. അപ്പോൾ ഫ്രീക്വൻസി കണ്ടുപിടിച്ചാൽ 1/ഫ്രീക്വൻസി വെച്ചാൽ ടൈം പീരീഡ് കിട്ടും. 1/50 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് വരിക? 1/5 എന്ന് പറഞ്ഞാൽ 0.2 എന്നാണ്. 1/50 എന്ന് പറഞ്ഞാൽ 0.02 സെക്കൻഡ്സ് ആണ് വരിക. ഓക്കെ, കാൽക്കുലേറ്റർ ഇട്ട് നോക്കിയാലും മതി. അപ്പോൾ ഈ രീതിയിലാണ് പരീക്ഷ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. എന്ത് വേണേൽ ചോദിക്കാം. ലാസ്റ്റ് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, RMS വോൾട്ടേജ് എന്താണ്? RMS എന്ന് പറഞ്ഞാൽ ഈ ഒരു വോൾട്ടേജിൻ്റെ ഇക്വേഷൻ്റെ വോൾട്ടേജിൻ്റെ എഫക്റ്റീവ് വാല്യൂ ആണ്. അതിൻ്റെ ഇക്വേഷൻ പഠിച്ച് വെച്ചോ മക്കളെ. VRMS ഇസ് ഈക്വൽ ടു, ദാറ്റ് ഇസ് RMS വോൾട്ടേജ് ഈക്വൽ ടു പീക്ക് വോൾട്ടേജ് ഇല്ലേ V0 ഡിവൈഡ് ബൈ √2. ഡിവൈഡ് ബൈ 2 അല്ല, ഡിവൈഡ് ബൈ √2. അപ്പോൾ അത് ഇട്ട് കൊടുക്കുക. എന്താണ് ആൻസർ കിട്ടുക? V0 എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ട് 220 ആണ്. മുകളിൽ ഇട്ട് കൊടുക്കുക 220 ഡിവൈഡ് ബൈ √2 എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 1.414 ആണ്. ഇത് കാൽക്കുലേറ്റർ ഇട്ട് ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അല്ല വേണ്ട, ഞാൻ ചെയ്യാം, കുഴപ്പമില്ല. കാരണം ഇനിയിപ്പം ആൻസർ നിങ്ങൾക്ക് അറിയാണ്ട് വല്ലതും മാറിപ്പോണ്ട, കൺഫ്യൂഷൻ വരണ്ട. 220 ഡിവൈഡ് ബൈ 1.414 കാൽക്കുലേറ്റർ ഇടുക. അപ്പോൾ യു വിൽ ഗെറ്റ് അപ്രോക്സിമേറ്റ്ലി 155.5 അല്ലെ 0.6 അപ്രോക്സിമേറ്റ് ചെയ്താൽ 0.6 വോൾട്ട് എന്ന് കിട്ടും. ഇതാണ് അതിൻ്റെ എഫക്റ്റീവ് വോൾട്ടേജ്. അപ്പോൾ RMS വോൾട്ടേജ് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് പീക്ക് വാല്യൂവിനെ √2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലത്തെ ചോദ്യങ്ങൾ പരീക്ഷയിൽ എല്ലാ വർഷവും വരുന്നതാണ്. 2 മാർക്കിനൊക്കെയാണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. വലിയ ബുദ്ധിമുട്ടില്ലാന്ന് വിചാരിക്കുന്നു. ഇതുപോലെ എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, റെഡി. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നമുക്ക്. നെക്സ്റ്റ് ചോദ്യം, ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ കറണ്ട് ആൻഡ് വോൾട്ടേജ് ഇൻ റെസിസ്റ്റർ സർക്യൂട്ട്, കപ്പാസിറ്റർ സർക്യൂട്ട്, ഇൻഡക്ടർ സർക്യൂട്ട്. അപ്പോൾ കറണ്ടും വോൾട്ടേജും എപ്പോഴും സിങ്ക് ആവണമെന്നില്ല, എല്ലാവരും ഫേസിലാവണമെന്ന് നിർബന്ധമില്ല. ഫേസ് ഡിഫറൻസ് ഉണ്ടാകും. അപ്പോൾ ഓരോ സർക്യൂട്ട് ഫേസ് ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫേസ് ഡിഫറൻസിനെ നമ്മൾ 5 വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. മക്കളെ റെസിസ്റ്റർ സർക്യൂട്ടിൽ, അതായത് റെസിസ്റ്റർ മാത്രമുള്ള സർക്യൂട്ടിൽ ഫേസ് ഡിഫറൻസ് ഉണ്ടോ? കറണ്ടും വോൾട്ടേജും ഫേസിലായിരിക്കും, സിംഗിലായിരിക്കും. ദാറ്റ് ഈസ് ഫേസ് ഡിഫറൻസ് 0 ആയിരിക്കും ഉണ്ടാവുക, അഥവാ 0 ഡിഗ്രി ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഫേസ് ഡിഫറൻസ് എന്താണെന്ന് ഇതിൻ്റെ അർത്ഥമൊന്നും തീരെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ ആ 1 ഷോട്ട് ലൈവ് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും. അത് കണ്ടാൽ നിങ്ങൾക്ക് ഫുൾ ചാപ്റ്റർ മനസ്സിലാവും. എന്നിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതായിരിക്കും നല്ലത്. ഓക്കെ,
കപ്പാസിറ്റർ സർക്യൂട്ടിൽ എങ്ങനെയാണ് മക്കൾ? കപ്പാസിറ്റർ സർക്യൂട്ട് നിങ്ങൾ പഠിച്ചവരാണ്, നിങ്ങൾക്ക് അറിയാം. കപ്പാസിറ്റർ സർക്യൂട്ടിൽ കറണ്ട് മുന്നിലും വോൾട്ടേജ് പുറകിലുമാണ്. അവർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? ഫേസിലെ ∅ 90 ആയിരിക്കും വരിക. കറണ്ട് 90 വോൾട്ടേജിനെ ലീഡാണ് ചെയ്യുക. അത് ഓർത്ത് വെക്കാൻ ട്രിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കപ്പാസിറ്ററിലെ സി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കറണ്ടാണ് ലീഡിങ്. അപ്പോൾ കറണ്ട് എത്രയാണ് ലീഡിങ്? വീണ്ടും ∅ 90 ലീഡിങ്. കറണ്ട് 90 മുന്നിലായിരിക്കും. എന്നാൽ ഇൻഡക്ടർ സർക്യൂട്ടിലോ? ഇൻഡക്ടർ സർക്യൂട്ടിൽ നേരെ തിരിച്ചായിരിക്കും. വോൾട്ടേജ് ആയിരിക്കും മുന്നിലുണ്ടാവുക, കറണ്ട് ബാക്കിലായിരിക്കും ഉണ്ടാവുക. വോൾട്ടേജ് മുന്നിലും കറണ്ട് ബാക്കിലായിരിക്കും ഉണ്ടാവുക. വീണ്ടും വോൾട്ടേജ് എത്ര മുന്നിലായിരിക്കും? 90 ആയിരിക്കും. സോ ഫേസ് ഡിഫറൻസ് അവിടെ തന്നെയാണ്, 90 ആണ്. പക്ഷേ ഈ 90യും ഈ 90യും സെയിം അല്ല. ഈ 90യിൽ കറണ്ടാണ് ലീഡിങ്, ഈ 90യിൽ വോൾട്ടേജ് ആണ് ലീഡിങ്. പക്ഷേ ഫേസ് ഡിഫറൻസ് എത്രയാണ്? 90 ആണ്. കറണ്ടും വോൾട്ടേജ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പരീക്ഷയിൽ നിങ്ങൾക്ക് ചോദിക്കാം. ക്ലിയർ ആണല്ലോ മക്കളെ? റെഡി? പിന്നെ മറ്റൊരു കാര്യം, കപ്പാസിറ്റർ സർക്യൂട്ടിൻ്റെ വേണമെങ്കിൽ പരീക്ഷയിൽ ചോദിക്കുമ്പോൾ വേണമെങ്കിൽ വാട്ട് ഈസ് ദി കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് ചോദിക്കാം. കപ്പാസിറ്റീവ് റിയാക്ടൻസിൻ്റെ സിമ്പിളാണ് XC. അതിൻ്റെ ഫോർമുല 1/C⍵ ആണ്. അപ്പോൾ സിയും തന്ന് ഒമേഗയും തന്നു കഴിഞ്ഞാൽ നിങ്ങളോട് ചിലപ്പോൾ ഇത് കണ്ടുപിടിക്കാനൊക്കെ പറയാം. അതുപോലെ ഇൻഡക്ടർ സർക്യൂട്ടിന് അതിൻ്റെ ഇൻഡക്റ്റീവ് റിയാക്ടൻസ്, അതായത് ഇൻഡക്ടർ കറണ്ടിന് കൊടുക്കുന്ന റെസിസ്റ്റൻസ്, അതിൻ്റെ ഫോർമുല XL = L⍵ ആണ്. അപ്പം ഇൻഡക്റ്റൻസും ഒമേഗ തന്നെ നിങ്ങൾക്ക് വേണം ഇത് ചോദിക്കാം. ഇതിൻ്റെ യൂണിറ്റും കൂടി പഠിച്ചു വെച്ചേക്കും മക്കളെ. XL ആയിക്കോട്ടെ, XC ആയിക്കോട്ടെ, എല്ലാം ഓംസ് ആണ്. ജസ്റ്റ് ലൈക്ക് റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് എന്താണ്? ഓംസ് അല്ല യൂണിറ്റ്. അതേപോലെ ഇതിൻ്റെയൊക്കെ യൂണിറ്റ് എന്താണ്? ഓം ആണ്. അതേപോലെ എല്ലിൻ്റെ യൂണിറ്റ് എന്താണ്? നിങ്ങൾ 6ാമത്തെ ചാപ്റ്റർ EMIയിൽ പഠിക്കുന്നതാണ്. ഹെൻറി ആണ്. ഹെൻറി. എല്ലിൻ്റെ യൂണിറ്റ് സെൽഫ് ഇൻഡക്റ്റൻസ് അഥവാ മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ് ഹെൻറി ആണ്. സിൻ്റെ യൂണിറ്റ് ഫാരഡ് ആണ്. ഇതൊക്കെ ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളല്ല നെസസറിലി, പക്ഷേ പഠിക്കുമ്പോൾ നമുക്ക് ഫുൾ പഠിച്ചു പോയല്ലേ നല്ലത്. കണക്ട് ചെയ്ത് പഠിച്ചു പോകാൻ നല്ലത്, പ്രത്യേകിച്ച് പബ്ലിക് എക്സാം അടുത്ത് വരുമ്പോൾ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നമുക്ക്. അപ്പോൾ ഇതുപോലത്തെ ഒരു ചോദ്യം പരീക്ഷയിൽ എപ്പോഴും ചോദിക്കുന്നതാണ്. ഫേസ് ഡിഫറൻസ് പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ തകർക്കണം. ഓക്കെ, വാട്ട് ഹാപ്പൻസ് ടു ദി ഫോളോയിങ് ക്വാണ്ടിറ്റീസ് വെൻ ഫ്രീക്വൻസി ഓഫ് ദി സോഴ്സ് വോൾട്ടേജ് ഇൻക്രീസസ്? ഫ്രീക്വൻസി കൂടുമ്പോൾ ഒബ്വിയസ്ലി ഒമേഗ കൂടും. അതൊക്കെ സംഭവിക്കുമ്പോൾ ഇത് കൂടുമ്പോൾ വാട്ട് ഹാപ്പൻസ് ടു ദി ഫോളോയിങ് ക്വാണ്ടിറ്റീസ്? ഓക്കെ, ഓൾസോ വാട്ട് അബൌട്ട് കറണ്ട് എന്ന് ചോദിക്കുന്നത്. അവിടെ നിൽക്കട്ടെ. ഫോളോയിങ് ക്വാണ്ടിറ്റീസ് ആർ കപ്പാസിറ്റീവ് റിയാക്ടൻസ്. നമ്മൾ ഓൾറെഡി ജസ്റ്റ് പറഞ്ഞ ആളാണ്. കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ XC ആണ്. കപ്പാസിറ്റർ കറണ്ടിന് കൊടുക്കുന്ന റെസിസ്റ്റൻസ്. അതുപോലെ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ XL ആണ്. അപ്പോൾ ആദ്യം XCയുടെ ഫോർമുല ആലോചിച്ചു. എന്താണ് ഫോർമുല? നമ്മൾ നേരത്തെ കണ്ടു, 1/C⍵ ആണ് ഫോർമുല. നമുക്കറിയാം ഫ്രീക്വൻസി കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒമേഗ കൂടും. കാരണം ഒമേഗ = നമ്മൾ ഓൾറെഡി ഫോർമുല ഉണ്ടല്ലേ മക്കളെ? ഒമേഗ എന്ന് പറഞ്ഞാൽ 2πf ആണ്. അപ്പോൾ F കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒമേഗ കൂടും. ഈ ഒമേഗ കൂടുകയാണെങ്കിൽ XCക്ക് എന്താ സംഭവിക്കുക? XC കുറയും. അപ്പോൾ കപ്പാസിറ്റീവ് റിയാക്ടൻസ് കുറയുകയാണ് ചെയ്യുക ഫ്രീക്വൻസി കൂടുമ്പോൾ. കപ്പാസിറ്റീവ് റിയാക്ടൻസ് കുറയുമ്പോൾ, അത് കറണ്ടിനുള്ള റെസിസ്റ്റൻസ് കുറയുമ്പോൾ കറണ്ട് എന്ത് ചെയ്യും മക്കളെ? ഇംപ്ലൈസ് കറണ്ട് കൂടുകയാണ് ചെയ്യുക. വാട്ട് ഹാപ്പൻസ് ടു കറണ്ടിനുള്ള ഉത്തരമായി? കറണ്ട് കൂടും. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചോദ്യം വരും. ഒരു കപ്പാസിറ്റർ ഉണ്ട്, അത് AC-യിലേക്ക് കണക്റ്റഡ് ആണ്. അതിൻ്റെ ഈ AC-യുടെ ഫ്രീക്വൻസി കൂട്ടുകയാണെങ്കിൽ ഇതിലൂടെയുള്ള ഒഴുകുന്ന കറണ്ട് കൂടുകയോ കുറയുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം കറണ്ട് കൂടും. ഇതിലെ ബൾബിൻ്റെ ബ്രൈറ്റ്നസ് കൂടുകയോ കുറയോ? ബൾബിൻ്റെ ബ്രൈറ്റ്നസ് കൂടും. അപ്പോൾ ആ രീതിയിലൊക്കെ ചോദിക്കാം. എന്ത് ചോദിച്ചാലും ബേസിക്കലി ഇതാണ് ലോജിക്ക്. നേരെ മറിച്ച് ഇൻഡക്റ്റീവ് റിയാക്ടൻസിൻ്റെ കേസിൽ എന്താ സംഭവിക്കുക എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് XL = L⍵ ആണ്. 1/L വെറും L⍵ ആണ്. ഒമേഗ കൂടുമ്പോൾ XL കൂടുകയാണ്. ഇതെല്ലാം കേട്ടോ, XL കൂടുകയാണ് ചെയ്യുക. അപ്പോൾ ഇൻഡക്ടർ കറണ്ടിന് കൊടുക്കുന്ന റെസിസ്റ്റൻസ് കൂടുകയാണ് ചെയ്യുക. സോ ഓട്ടോമാറ്റിക്കലി കറണ്ട് കുറയുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ ഒരു ഇൻഡക്ടറുള്ള സർക്യൂട്ട്, ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി സോളിനോഡാണ്. അങ്ങനത്തെ സർക്യൂട്ടിൽ ഇതുപോലെ ഫ്രീക്വൻസി കൂട്ടിയാൽ ബൾബിൻ്റെ ബ്രൈറ്റ്നസ് കുറയും. കാരണം കറണ്ട് എന്താണ് ചെയ്യുന്നത്? ബൾബിലുള്ള കറണ്ട് കുറയുമ്പോൾ ബ്രൈറ്റ്നസ് കുറയും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പരീക്ഷയിൽ ഇപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് ഈ ലോജിക്ക് അറിയെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റും. ഓക്കെ, ഈ ഫോർമുലയും ലോജിക്ക് റെഡി ആണല്ലോ മക്കളെ? ബുദ്ധിമുട്ടില്ല. സെറ്റ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നമുക്ക്. അടുത്ത ചോദ്യം ഡെറിവേഷനാണ്. ഈ ചാപ്റ്ററിൽ മക്കളെ എന്തായാലും നിങ്ങൾ പരീക്ഷയിൽ ഒന്നെങ്കിൽ റെസിസ്റ്ററിൻ്റെ കറണ്ടിൻ്റെ ഇക്വേഷൻ ഒബ്റ്റെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ കപ്പാസിറ്ററിൻ്റെ കറണ്ടിൻ്റെ ഇക്വേഷൻ ഒബ്റ്റെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ ഇൻഡക്ടറിൻ്റെ എന്തായാലും ചോദിച്ചിരിക്കും. അങ്ങനത്തെ ഒരു ചോദ്യം ഇല്ലാത്ത ഒരു പേപ്പർ പോലും ഇല്ല. അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം? ഡെറിവേഷനൊക്കെ ആണെങ്കിൽ പോലും പൊതുവേ നമ്മൾ ഡെറിവേഷൻസ് ടോപ്പ് 10 ചെയ്യാറില്ല. പക്ഷേ എങ്കിലും ഇത് ഡെറിവേഷൻ പോലും കൂട്ടണ്ട, ഒരു ചോദ്യം പോലെ തന്നെ കൂട്ടിക്കൊടുക്കും. കാരണം ഈ ചാപ്റ്ററിൽ നിന്ന് എന്തായാലും വന്നിരിക്കും. അപ്പോൾ നമുക്ക് വേഗം പഠിക്കാം. എങ്ങനെ ചോദ്യം വരിക മക്കളെ? ഒബ്റ്റെയിൻ ദി എക്സ്പ്രഷൻ ഫോർ കറണ്ട് ഫ്ലോയിങ് ത്രൂ എ റെസിസ്റ്റർ വെൻ ആൻ AC വോൾട്ടേജ് ഇസ് അപ്ലൈഡ് ടു ഇറ്റ് ആൻഡ് ഡ്രോ ദി ഫേസർ ഡയഗ്രം. എപ്പോഴും ഫേസർ ഡയഗ്രം വരയ്ക്കണം. ഇങ്ങനെ ചോദ്യം വന്നാൽ ഒന്നുമില്ല, നിങ്ങൾ ഈ സർക്യൂട്ട് വരച്ച് വയ്ക്കുക, റെസിസ്റ്റർ വരയ്ക്കുക, AC സർക്യൂട്ട് വരയ്ക്കുക. AC-യുടെ വോൾട്ടേജ് V = V0 sin ωt. ഇത് റെസിസ്റ്റൻസ് R ഉള്ള സർക്യൂട്ടാണ്. നമുക്ക് കറണ്ട് കണ്ടുപിടിക്കുകയാണ് നമ്മുടെ പരിപാടി. നമുക്കറിയാം വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? V = IR ആണെന്ന് നമുക്കറിയാം. അപ്പോൾ I എന്താണ്? കറണ്ട് എന്ന് പറഞ്ഞാൽ കറണ്ട് = V/R ആണ്. V എന്ന് പറഞ്ഞാൽ വെറും വോൾട്ടേജ് അല്ല, ഇത് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, V0 sin ωt. ബൈ ദ വേ ഇത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഈ ഡെറിവേഷനൊക്കെ നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. നിങ്ങൾക്ക് നമ്മുടെ ലൈവ് കാണാം. പക്ഷേ അതിൽ പ്രത്യേകിച്ച് എക്സ്ട്രാ ഒന്നും ഇല്ല, കുറച്ച് സ്ലോ ആയിട്ട് പഠിപ്പിക്കുന്നുള്ളൂ കേട്ടോ. ആദ്യമായിട്ട് നിങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ പേടിയും ഇങ്ങനെ ഞാൻ പെട്ടെന്ന് പറയുമ്പോൾ.
V0/R എന്ന് പറഞ്ഞാൽ എന്താ? V0 എന്ന് പറഞ്ഞാൽ വോൾട്ടേജിന്റെ പീക്ക് വാല്യൂ ആണ്. ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? എപ്പോഴും വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കറണ്ട് ആണ്. അപ്പോൾ വോൾട്ടേജിന്റെ പീക്ക് വാല്യൂ ബൈ കറണ്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കറണ്ടിന്റെ പീക്ക് വാല്യൂ ആയിരിക്കും. അതിനെ നമുക്ക് എന്ത് വിളിക്കാം? I = V0/R കറണ്ടിന്റെ പീക്ക് വാല്യൂ I0 എന്ന് വിളിക്കാം. I0 sin ωt. I0 എന്ന് പറഞ്ഞാൽ ആരാണ്? V0/R ആണ്. അത്രേ ഉള്ളൂ സംഗതി. അപ്പോൾ ഇതാണ് കറണ്ടിന്റെ ഇക്വേഷൻ. അപ്പോൾ കറണ്ടിന്റെ ഇക്വേഷൻ എന്താണ് മക്കളെ? വോൾട്ടേജിന്റെ ഇക്വേഷൻ പോലെ തന്നെ V0 sin ωt ആണെങ്കിൽ കറണ്ട് ഇക്വേഷൻ I0 sin ωt. ദാറ്റ് ഈസ് ബേസിക്കലി റെസിസ്റ്റർ സർക്യൂട്ടിൽ ഇത് രണ്ടുപേരും ഫേസിലാണ്, രണ്ടുപേരും സിംഗിലാണെന്ന് പറയും. കാരണം sin ωt സെയിം പോലെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഫേസർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ എത്രയേ ഉള്ളൂ മക്കളെ? നിങ്ങൾ ആദ്യം നോക്കിക്കുക, വോൾട്ടേജിൻ്റെ വരയ്ക്കുക. വോൾട്ടേജ് പീക്ക് വാല്യൂ ആണ് നമ്മൾ കാണിക്കുക. എത്ര ആംഗിളിലാണ് വോൾട്ടേജ് ഉള്ളത്? ഇക്വേഷൻ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ എന്താണുള്ളത്? ωt ആണുള്ളത്. സോ ഫേസർ ഡയഗ്രാം ഓഫ് വോൾട്ടേജ് എന്താണ്? ωt ആംഗിൾ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. കറണ്ടിന്റെ സ്ഥിതി എന്താണ് മക്കളെ? കറണ്ടിന്റെ പീക്ക് വാല്യൂ ആണ്, എപ്പോഴും പീക്ക് വാല്യൂ ആണ് ഈ ഫേസർ ഡയഗ്രാം നിങ്ങൾ ആരോന്റെ മാഗ്നിറ്റ്യൂഡ് കൊടുക്കേണ്ടത്. I0 ആണ്. ഓക്കെ, I0 ആണ്. സാർ എങ്ങനെ സാർ കറണ്ടും ഇങ്ങനെ ഇവിടെ തന്നെ വരച്ചത്? ωtയിൽ വരച്ചത്? കാരണം കറണ്ടിൻ്റെ നോക്കിക്കുക, ഫേസ് എന്താണ്? ωt ആണ്. ബൈ ദ വേ ഇതാണ് ഫേസ് കേട്ടോ. ഈ സൈനിൻ്റെ ഉള്ളിലുള്ള ആളെയാണ് നമ്മൾ ഫേസ് എന്ന് വിളിക്കുക. ഇവിടെയും ഫേസ്, രണ്ടിടത്തും ഫേസ് എത്രയാണ്? ωt ആണ്. സോ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ ωt ആയിരിക്കും. ദിസ് ഈസ് ദി ഫേസർ ഡയഗ്രാം. റെസിസ്റ്റർ സർക്യൂട്ടിൻ്റെ അല്ലെങ്കിൽ റെസിസ്റ്റർ ഉള്ള സർക്യൂട്ടിൻ്റെ ഫേസർ ഡയഗ്രാം ചോദിച്ചാൽ ഇതാണ് നിങ്ങൾ വരച്ച് വെക്കേണ്ടത്. ഇത് വരച്ച് വെച്ചാൽ ഫുൾ മാർക്ക് കിട്ടും. ഇതുപോലത്തെ ഒരു ചോദ്യം പരീക്ഷ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 2 മാർക്കിനൊക്കെ ചോദിക്കുള്ളൂ. പക്ഷേ ഇതേ ചോദ്യം കപ്പാസിറ്ററിനെ വെച്ച് വരികയാണെങ്കിൽ അത് 3 മാർക്കിനോ 4 മാർക്കിനോ ആവാൻ ചാൻസ് ഉണ്ട്. ചോദ്യം ഇങ്ങനെയാണ് വരിക: ഒബ്റ്റെയിൻ ദി എക്സ്പ്രഷൻ ഫോർ കറണ്ട് ഫ്ലോയിങ് ത്രൂ എ കപ്പാസിറ്റർ വെൻ ആൻ AC വോൾട്ടേജ് ഇസ് അപ്ലൈഡ്. സെയിം ചോദ്യം കപ്പാസിറ്റർ ആണ്. വീണ്ടും കപ്പാസിറ്ററിന്റെ സർക്യൂട്ട് വരയ്ക്കുക. വോൾട്ടേജിനെ നമ്മൾ V = V0 sin ωt എന്ന് കൊടുക്കുക. കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസിനെ C എന്നും കാണിക്കുക. ക്ലിയർ ആണ്? ഇതുവരെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി നിങ്ങൾ കപ്പാസിറ്ററിന്റെ ഇക്വേഷൻ എഴുതണം. ഇക്വേഷൻ എന്താണ് മക്കളെ? C. കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ C = Q/V ആണ്. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സെക്കൻഡ് ചാപ്റ്ററിൽ. ഇവിടുന്ന് നിങ്ങൾ Qന്റെ ഇക്വേഷൻ എന്താ? Q = CV എന്ന് എഴുതാം. നമുക്ക് വേണ്ടത് കറണ്ടാണ്, Q അല്ല, ചാർജ് അല്ല. പക്ഷെ നിങ്ങൾക്കറിയാം കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ചാർജിൻ്റെ റേറ്റ് ഓഫ് ഫ്ലോ ആണ്. dQ/dt ആണ്, റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് ആണ്. അപ്പോൾ ഈ Qനെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റിയാൽ അവിടെ കറണ്ട് വരും. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തോളൂ. രണ്ട് സൈഡിലും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. dQ/dt, അവിടെ d/dt ഓഫ് CV വരും. CV dQ/dt എന്ന് പറഞ്ഞാൽ മക്കളെ എന്താണ്? കറണ്ടാണ്. അതേസമയം ഈ വീനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മറന്നു. ആരാണ് V എന്ന് പറഞ്ഞാൽ മക്കളെ? അത് ഇപ്പോൾ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കാം. V എന്ന് പറഞ്ഞാൽ ഈ V ആണ്, വോൾട്ടേജ്. V0 sin ωt ആണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്ക്. അപ്പം നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും, ഇവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഫുള്ള് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ട. C എന്തായാലും കപ്പാസിറ്റൻസ് കോൺസ്റ്റന്റ് ആണ്, വോൾട്ടേജിൻ്റെ പീക്ക് വാല്യൂ കോൺസ്റ്റന്റ് ആണ്. ഉള്ളിൽ ഈ sin ωt മാത്രം നിർത്തിയാൽ മതി. ബാക്കിയുള്ളവർ പുറത്തേക്ക് കൊണ്ടുവന്നാൽ C V0 അല്ലെ V0 C എന്ന് എഴുതാം. V0 C എഴുതാം. തിരിച്ച് എഴുതി അത്രേ ഉള്ളൂ കേട്ടോ. d/dt ഓഫ് എന്താണ് ഉള്ളിൽ വരിക? sin ωt എന്ന് വരും. അടുത്ത നമ്മൾ അറിയേണ്ടത് sin ωt ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നുള്ളതാണ്. അപ്പോൾ അത് അറിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഇവിടെ വലിയൊരു പെട്ടിയിലാക്കി തരാം. കുറച്ച് എക്സ്ട്രാ നിങ്ങൾ അറിയേണ്ട കാര്യം, അറിയേണ്ട മാത്രമല്ല പരീക്ഷയിൽ എഴുതി വെക്കും വേണം. d/dx ഓഫ് sin x എന്താണ് മക്കളെ? സിമ്പിളാണ്, cos x ആണ്. ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ ആകെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം, d/dt ഓഫ് sin t ആണെങ്കിൽ cos t എന്ന് എഴുതാം. പക്ഷേ sin t അല്ല, sin ω, ഒരു എക്സ്ട്രാ ആൾ കിടപ്പുണ്ട് ടീൻ്റെ കൂടെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? അതും നിങ്ങൾക്ക് അറിയായിരിക്കും. ഇല്ല പറഞ്ഞിടത്തേ ഉള്ളൂ സംഭവം. sin x-ന് പകരം sin വല്ല nx എന്ന് വന്നു വിചാരിക്കാം. അത് എക്സ്ട്രാ ഒരാൾ വന്നു, sin nx. നമ്മുടെ ഈ സാധനം നമുക്ക് വേണ്ട, അതവിടെ നിൽക്കട്ടെ. sin nx. അപ്പോൾ വന്ന് വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നുമില്ല, sin x ആണ് cos x അല്ലേ? അപ്പോൾ ഇവിടെയും sin nx ആണെങ്കിൽ cos nx എന്ന് എഴുതുക. ആകെ ഒരു കാര്യം ചെയ്യേണ്ടത് ഇൻറ്റു നിങ്ങൾ ആ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ n കൊണ്ട് നിങ്ങളത് പുറത്തൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ആ ലോജിക്കിൽ നിങ്ങളിവിടെ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ ആൻസർ കിട്ടുക? നിങ്ങൾക്ക് കിട്ടും V0 ഉണ്ടാവും, C ഉണ്ടാവും, d/dt ഓഫ് sin ωt എന്ന് പറഞ്ഞാൽ cos ωt ആണ്, അതിലൊരു ബുദ്ധിമുട്ടില്ല. ഇൻറ്റു നിങ്ങളൊരു ω കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അത്ര ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ. ഇനി നമുക്കൊരു കാര്യം വേണ്ടെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഐൻ്റെ ഈ കോസിൻ്റെ അല്ലെ സൈൻ്റെ പുറത്തുള്ള ഈ ഒരു സാധനം എന്താണ്? നമുക്ക് I0 എന്ന് എഴുതാൻ പറ്റണം അല്ലേ? നമ്മൾ നേരത്തെ I0 എന്നൊക്കെ എഴുതി. അങ്ങനെ എഴുതാൻ പറ്റണമെങ്കിൽ ഒരു V0 ഉണ്ടാവണം, താഴെ ഒരാളുണ്ടാവണം. നോക്കിക്കേ, ഒരു V0 ഉണ്ടാവണം, താഴെ ആളുണ്ടാവണം, താഴെ. അപ്പോൾ ഈ സീനെയും ഒമേഗനെയും എങ്കിലും താഴെ കൊണ്ടുവരണം, എന്നാലും നമുക്ക് I0 എന്നൊക്കെ എഴുതാൻ പറ്റുള്ളൂ. കാരണം വോൾട്ടേജ് ബൈ ഒരു റെസിസ്റ്റൻസ് പോലത്തെ ഒരാളാണല്ലോ കറണ്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുക? അപ്പോൾ അതിനൊരു വഴിയുണ്ട്. ഈ C ഒമേഗനെ താഴെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു നോക്കിയോ, ഇത് വീണ്ടും നിങ്ങൾ സൈഡിൽ എഴുതി വെക്കേണ്ട കാര്യം തന്നെയാണ് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഈ C ഒമേഗൻ്റെ മുകളിൽ C ഒമേഗൻ്റെ താഴെ C ഒമേഗ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ എന്ത് വെച്ചാൽ, ഞാൻ ഈ C ഒമേഗ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഉള്ള സാധനത്തിനെ ഞാൻ ഡിവൈഡ് ചെയ്യും. എന്ത് വെച്ചിട്ട്? C ഒമേഗ ബൈ C ഒമേഗ വെച്ചിട്ട്. C ഒമേഗനെ ഡിവൈഡ് ചെയ്യും. ആരെ വെച്ചിട്ട്? C ഒമേഗ ബൈ C ഒമേഗ. C ഒമേഗ ബൈ C ഒമേഗ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഓക്കെ, ഇനി ആലോചിച്ച് നോക്കി. ഈ C ഒമേഗ ബൈ C ഒമേഗയിൽ ഇവനെയും എനിക്ക് കട്ടി തളയാം.
അപ്പോൾ എനിക്ക് ആൻസർ എന്തായിട്ട് മുകളിൽ 1 ഉണ്ടാവും, താഴെ എന്താ ഉണ്ടാവുക 1/c ഒമേഗ ഉണ്ടാവും. അപ്പോൾ സി ഒമേഗനെ എനിക്ക് എങ്ങനെ എഴുതാം? എനിക്ക് 1/c ഒമേഗനല്ല 1/1/c ഒമേഗ എന്ന് എഴുതാം. 1/1/c ഒമേഗ എന്ന് എഴുതാം. അപ്പോൾ ആ സംഗതി ഞാൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ സി ഒമേഗ കിടപ്പുണ്ട്, ഇതാ സി ഉണ്ട് ഒമേഗ ഉണ്ട്, അതിനെയും കൂടി രണ്ടിനും കൂടി ചേർത്തിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, V0 ഓൾറെഡി മുകളിലുണ്ട്. സി ഒമേഗനെ ഞാൻ എന്ത് ചെയ്യണം 1/1/c ഒമേഗ, ദാറ്റ് ഈസ് ബേസിക്കലി 1/c ഒമേഗ എന്ന് എഴുതും. ഈ 1/1/ൽ ആദ്യത്തെ 1 ഞാൻ എഴുതാതിരുന്നാൽ പോരെ, കുഴപ്പമില്ല, ഓൾറെഡി V0 ഉണ്ട്. 1/1/c ഒമേഗ എന്ന് എഴുതും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇൻറ്റു ഈ കോസ് ഒമേഗ ടി എനിക്ക് വേണ്ട, എനിക്ക് കറണ്ടിൻ്റെ അവിടെ കറണ്ടിൻ്റെ ഇക്വേഷൻ സൈൻ ആണെങ്കിലും കൊണ്ടുവരേണ്ടത്. അപ്പോൾ കോസിനെ നമ്മൾ എങ്ങനെയും സൈനിൻ്റെ ടേംസിലാക്കണം. അപ്പോൾ അതിനൊരു ഐഡിയ ഉണ്ട്, നിങ്ങൾ ട്രിഗ്നോമെട്രി ഒക്കെ പഠിച്ചവരാണ് നിങ്ങൾ +1. അപ്പോൾ നിങ്ങൾക്കറിയാം കോസ് തീറ്റ എന്ന് പറഞ്ഞ് എനിക്ക് എങ്ങനെ എഴുതാം മക്കളെ, അല്ലെ സൈൻ എങ്ങനെ നമ്മൾ കോസിൻ്റെ ടേംസിൽ എഴുതാം? നമുക്കറിയാം സൈൻ ഓഫ് 90 + തീറ്റ എന്തിനോട് ഈക്വൽ ആണ് മക്കളെ? അത് കോസ് തീറ്റനോട് ഈക്വൽ ആണ്. സൈൻ ഓഫ് 90 - തീറ്റയും കോസ് തീറ്റയും ഈക്വൽ ആണ്, പക്ഷേ നമ്മൾ സൈൻ ഓഫ് 90 + തീറ്റയാണ് ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ സൈൻ ഓഫ് 90 + തീറ്റ എന്തിന് ഈക്വൽ ആണ്? കോസ് തീറ്റ ഈക്വൽ ആണ്. അപ്പോൾ കോസ് തീറ്റനെ നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ ഓഫ് 90 + തീറ്റ എന്ന് എഴുതി കൂടെ? എഴുതാലോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഈ കോസ് ഒമേഗ ടിനെ ഞാൻ എഴുതും സൈൻ ഓഫ് 90 + ഒമേഗ ടി എന്നോ, അല്ല നേരെ തിരിച്ചെഴുതാം ഒമേഗ ടി + 90 ഡിഗ്രി എന്ന് എഴുതാം. ഇതാണ് നമ്മുടെ കറണ്ടിൻ്റെ ഇക്വേഷൻ. അപ്പോൾ സൈൻ കിട്ടി. ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ ചെയ്യേണ്ടത്, വോൾട്ടേജ് ബൈ താഴെ വരുന്ന ആളെ നമ്മൾ റെസിസ്റ്ററിൻ്റെ സമയത്ത് റെസിസ്റ്റൻസ് എന്നാണ് വിളിച്ചത്, R എന്നാണ് വിളിച്ചത് അല്ലേ, ഓൾറെഡി R ആയിരുന്നു. അപ്പോൾ ഇവനെ നമ്മൾ എന്താ വിളിക്കുക? ബേസിക്കലി ഒന്നുമില്ല, റെസിസ്റ്ററിൻ്റെ കേസിൽ റെസിസ്റ്റൻസ് ആയിരുന്നു ഇവിടെ ഉള്ളത്. അപ്പം ഈ കപ്പാസിറ്ററിൻ്റെ കേസിൽ കപ്പാസിറ്റർ കൊടുക്കുന്ന റെസിസ്റ്റൻസ് ആയിരിക്കും ഇത്. അതിനെ നമ്മൾ എന്ത് വിളിക്കും? നമ്മുടെ XC എന്ന് വിളിക്കും. അപ്പോൾ ഈ താഴെ കിടക്കുന്നവരെ നമ്മൾ എന്താണ് മക്കളെ വിളിക്കുക? അടുത്ത പേജ് എടുക്കാം. താഴെ കിടക്കുന്നവരെ നമ്മൾ വിളിക്കും XC എന്ന്. അപ്പോൾ കറണ്ട് = V0 / XC. ആരാണ് അപ്പോൾ XC? 1/c ഒമേഗയാണ് XC. നമ്മൾ ഓൾറെഡി കണ്ടു. XCയുടെ പേരെന്താണ്? കപ്പാസിറ്റീവ് റിയാക്ടൻസ്. ഓക്കെ, ഇൻറ്റു സൈൻ ഓഫ് ഒമേഗ ടി + 90 ഡിഗ്രി. അതിൻ്റെ ലോജിക്ക് മനസ്സിലായി വിചാരിക്കും. സാധാരണ റെസിസ്റ്റൻസ് ആയിരിക്കും അവിടെ ഉണ്ടാവും, പക്ഷേ റെസിസ്റ്റർ ആയിരുന്നെങ്കിൽ ഇത് കപ്പാസിറ്റർ ആയതുകൊണ്ട് നമ്മളിവിടെ XC വെച്ച് റിപ്ലേസ് ചെയ്യും. ഒരു പുതിയ ക്വാണ്ടിറ്റിയാണ് കേട്ടോ ഇത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? V0/XC നമുക്ക് എന്ത് ചെയ്യാം? I0 എന്ന് വിളിക്കാം. I0 × സൈൻ ഒമേഗ ടി + 90 ഡിഗ്രി എന്ന് വരും. ഇതാണ് നമ്മുടെ കറണ്ടിൻ്റെ ഫൈനൽ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ഡെറിവേഷൻ പഠിച്ചു വെച്ചോ, പരീക്ഷയിൽ ചോദിക്കും. പ്രാക്ടീസ് ചെയ്ത് ആക്കേണ്ട ഡെറിവേഷൻ ആട്ടോ അത്. ഓക്കെ, ഇനി നമ്മുടെ ഫേസർ ഡയഗ്രാം വരയ്ക്കണം. വീണ്ടും വോൾട്ടേജ് ഒമേഗ ടിയിലാണ്, പക്ഷേ കറണ്ട് എത്രയിലാണ് നമ്മുടെ ഫേസ്? ഒമേഗ ടിന്ന് 90 ഡിഗ്രി ആഡ് ചെയ്യണം. ഒമേഗ ടി + 90 ഡിഗ്രിയാണ്. അപ്പോൾ ഫേസർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, വോൾട്ടേജ് നിങ്ങൾ സാധാരണ പോലെ വരച്ചോ, V0 ഇത് ഒമേഗ ടി ആംഗിളിൽ. പക്ഷേ കറണ്ട് എത്രയാണ് മക്കളെ? കറണ്ട് ഒമേഗ ടി + 90 ആണ്. അതായത് ഒമേഗ ടി വരെ എത്തിയിട്ട് ഒരു 90 കൂടെ പോകണം. അപ്പോൾ ഇതെന്താ ആംഗിളിലേക്ക് 90 ഡിഗ്രി. ഇതായിരിക്കും കറണ്ടിൻ്റെ ഫേസർ ഡയഗ്രാം, കറണ്ട് വോൾട്ടേജിൻ്റെ ഫേസർ ഡയഗ്രാം. ഫേസർ ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞാൽ സെറ്റായി. ഓക്കെ, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ആരായിരിക്കും മുൻപിലുണ്ടാവുക? കറണ്ട് ആയിരിക്കും മുന്നിലുണ്ടാവുക. കറണ്ട് 90 ഡിഗ്രി മുന്നിലായിരിക്കും. അത് ഓർത്ത് വെക്കാൻ ട്രിക്ക് പറഞ്ഞതുണ്ട്. കപ്പാസിറ്റർ സർക്യൂട്ട് ആണെങ്കിൽ കപ്പാസിറ്ററിൻ്റെ സി എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താ? അതിൻ്റെ അർത്ഥം എന്താണ്? കറണ്ടാണ് മുന്നിൽ, ഇത്രേ ഉള്ളൂ. ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇൻഡക്ടറാണ്, വോൾട്ടേജ് ആയിരിക്കും മുന്നിൽ. ഓക്കെ, അപ്പോൾ ഇത് പരീക്ഷയിൽ ചോദിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സൈഡിൽ എഴുതാനുള്ള കാര്യങ്ങൾ വരെ എഴുതി വെക്കണം. ഓക്കെ, ഇനി ഒന്നെങ്കിൽ അത് ചോദിക്കാം, അല്ലെങ്കിൽ ഇത് ചോദിക്കാം, ഇൻഡക്ടറിനെ ചോദിക്കാം. സെയിം ചോദ്യമാണ്. ചോദ്യം എന്താണ്? കപ്പാസിറ്റർ മാറ്റി ഇൻഡക്ടറാക്കി, ബാക്കിയൊക്കെ സെയിം ആണ്. അപ്പോൾ ഇൻഡക്ടറാണ് നിങ്ങൾ വീണ്ടും സർക്യൂട്ട് സെയിം ആണ്. ആകെ നിങ്ങൾ ഇൻഡക്ടറാണ് വരയ്ക്കുന്നത്. ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ സോളിനോയിഡാണ്. അത് വരച്ച് വെക്കുക. V = V0 സൈൻ ഒമേഗ ടി ആണ്. ഇൻഡക്ടറിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം. ഇൻഡക്ടറിൻ്റെ കേസിൽ അല്ലെങ്കിൽ സോളിനോയിഡിൻ്റെ കേസിൽ നമ്മൾ AC കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബാക്ക് EMF ഉണ്ടാവും. ബാക്ക് EMF എത്രയാണ് മക്കളെ? -L × di/dt ആണ് ബാക്ക് EMF. അങ്ങനെയാണ് ഈ സോഴ്സിൻ്റെ വോൾട്ടേജ് എത്രയായിരിക്കും? ഇവൻ്റെ ബാക്ക് EMF മൈനസ് ആണെങ്കിൽ സോഴ്സിൻ്റെ വോൾട്ടേജ് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എനിക്ക് മനസ്സിലായി സോഴ്സിൻ്റെ വോൾട്ടേജ് V = എന്താണ്? L × di/dt ആണ്. സോഴ്സിൻ്റെ വോൾട്ടേജ് എത്രയാണ്? സോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു AC സോഴ്സിൻ്റെ വോൾട്ടേജ് L × di/dt ആണ് സോഴ്സിൻ്റെ വോൾട്ടേജ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇനി വർക്ക് ചെയ്യാം. V എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും V0 സൈൻ ഒമേഗ ടി ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുക. = L × di/dt. നമുക്ക് വേണ്ടത് കറണ്ടാണ്. കറണ്ട് ഇവിടെയാണുള്ളത്. അപ്പോൾ ഇവന്മാരൊക്കെ അങ്ങോട്ട് പറഞ്ഞുവിടാം. എല്ലിനെയും DT-നെയൊക്കെ അങ്ങോട്ട് പറഞ്ഞുവിടാം. അപ്പോൾ DI = DT മുകളിലേക്കും L താഴേക്ക് പോകും. അപ്പോൾ L താഴേക്കും DT മുകളിലേക്കും പോകും. സൈൻ ഒമേഗ ടി DT ഈ രീതിയിൽ വരും. DI എന്ന് പറഞ്ഞാൽ കുഞ്ഞ് കറണ്ടാണ്, നമുക്ക് വേണ്ടത് ഫുൾ കറണ്ടാണ്. DI എന്ന് പറഞ്ഞാൽ കുഞ്ഞും, നമുക്ക് വേണ്ടത് ഫുൾ കറണ്ടുമാണ്. ഇൻ്റഗ്രേറ്റ് ചെയ്യാം. DI ഇൻ്റഗ്രേറ്റ് ചെയ്താൽ കറണ്ട് കിട്ടും, I കിട്ടും. V0 ഉം L ഉം കോൺസ്റ്റൻസ് ആണ്. ഇൻ്റഗ്രലിൽ പുറത്തേക്ക് കൊണ്ടുവരിക. ഉള്ളിൽ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? സൈൻ ഒമേഗ ടി DT. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ സൈൻ ഒമേഗ ടിൻ്റെ ഇൻ്റഗ്രേഷൻ ചെയ്താൽ എന്താ കിട്ടുക നമുക്ക് അറിഞ്ഞിരിക്കണം. അറിയില്ലേ? പഠിച്ചു വെച്ചോ മക്കളെ. സൈൻ X dXൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? -cos X ആണ്. പ്ലസ് ഒരു C എഴുതാം, നമുക്ക് Cൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഇതാണ് സൈൻ എക്സിൻ്റെ. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണ്? വീണ്ടും എക്സ് ഉള്ളിൽ ഒരാൾ മാത്രമല്ല, ഒമേഗ ടി ആണുള്ളത്. ടി മാത്രമായിരുന്നെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി, -cos t എന്ന്. പക്ഷേ ഒമേഗ ടി ഉണ്ട്. അപ്പോൾ ഒരു ഒമേഗ കൂടി വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കുക. അപ്പോൾ സൈൻ NX എന്ന് പോലെ രീതിയിലാണ് വരുന്നത്. NX dX ആണ് വരുന്നതെങ്കിൽ വീണ്ടും -cos NX ആയിരിക്കും. പക്ഷേ
ഡിഫറൻസിയേഷൻ ചെയ്തപ്പോൾ ഇൻറ്റു നിങ്ങൾ എന്നാ ചെയ്ത് ഇവിടെ നിങ്ങൾ ഡിവൈഡ് ബൈ എന്നെ ചെയ്യുക. ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ ആ ഒരു എക്സ്ട്രാ ആളെ കൊണ്ട് ഡിവൈഡ് ചെയ്യും, പണി തീർന്നു. അപ്പോൾ ഈ പരിപാടി ഇവിടെ ചെയ്ത് വെച്ചാൽ ഇപ്പോൾ പണി തീർന്ന് നോക്കിക്കോ. I = V0/L ഉണ്ടാവും. സൈൻ ഒമേഗ ടിക്ക് വരാൻ നിങ്ങൾ എന്ത് ചെയ്യുക, മൈനസ് കോസ് ഒമേഗ ടി എന്ന് എഴുതുക. ഒമേഗനെ വെച്ച് ഡിവൈഡ് ചെയ്യും. ഒമേഗനെ ഞാൻ ഇവിടെ എഴുതി, ഒരു എക്സ്ട്രാ ഒമേഗ താഴെ വരും. ഇനി നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്താണ്, ഈ V0ൻ്റെ താഴെ വരുന്നവനെ നമ്മൾ എന്ത് ചെയ്യും, ഇവൻ്റെ റെസിസ്റ്റൻസ് ആണെന്ന് വിളിക്കും. പക്ഷേ R എന്ന് വിളിക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾ അതിനെന്ത് വിളിക്കും, നമ്മളവനെ XL എന്ന് വിളിക്കും. നമ്മളവനെന്ത് വിളിക്കും മക്കളെ, XL എന്ന് വിളിക്കും. XL എന്ന് വിളിക്കും. അപ്പോൾ XL എന്ന് പറഞ്ഞാൽ L ഒമേഗയാണ്. അപ്പോൾ കറണ്ടിൻ്റെ ഇക്വേഷൻ എന്തായി, V0 താഴെ എന്താണ് മക്കൾ വരിക, XL എന്ന് വരും. XL എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് നമ്മൾ ഓൾറെഡി കണ്ടു. പിന്നെ അപ്പുറത്ത് എന്താണുള്ളത്, വീണ്ടും കോസ് ആണുള്ളത്. കോസ് നമുക്ക് വേണ്ട, അപ്പോൾ എങ്ങനെയും കോസിനെ നമുക്ക് സൈൻ ആക്കണം. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഐഡൻറ്റിറ്റി കുറച്ച് വേറെ ഐഡൻറ്റിറ്റിയാണ്. നമുക്കറിയാം സൈൻ ഓഫ് 90 മൈനസ് തീറ്റ എന്താണ്, കോസ് തീറ്റയാണ്. സൈൻ ഓഫ് 90 പ്ലസ് തീറ്റയും കോസ് തീറ്റയാണ്. പക്ഷേ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് കാര്യമില്ല. ഇപ്രാവശ്യം നമ്മൾ സൈൻ ഓഫ് 90 മൈനസ് തീറ്റ കോസ് തീറ്റ എന്നുള്ള ഫോർമുല ഉപയോഗിക്കും. അപ്പോൾ കോസ് തീറ്റ എനിക്ക് എങ്ങനെ എഴുതാം, സൈൻ ഓഫ് 90 മൈനസ് തീറ്റ എന്ന് എഴുതാം. അപ്പോൾ എഴുതിക്കോളും, കോസ് ഒമേഗ ടിനെ എനിക്ക് സൈൻ ഓഫ് 90 മൈനസ് ഒമേഗ ടി എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ എഴുതാൻ പോവാണ് സൈൻ ഓഫ് 90 മൈനസ് ഒമേഗ ടി. ഇതാണ് കോസ് ഒമേഗ ടി. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇടയിൽ പുറത്തൊരു മൈനസ് കിടപ്പുണ്ട്. ആ മൈനസിന് ഇവിടെ എഴുതണം, ഇവിടെ ആ മൈനസ് എഴുതി. ഇനി നമുക്ക് ഈ മൈനസ് ഇഷ്ടമില്ല, നമുക്ക് മൈനസ് ഒന്നും വേണ്ട ഫോർമുല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, സൈൻ്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. എന്താ പ്രോപ്പർട്ടി മക്കളെ, നിങ്ങൾക്ക് സൈൻ തീറ്റ എൻ്റെ ഇവിടെ പുറത്തൊരു മൈനസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, ആ മൈനസിനെ നിങ്ങൾ എന്ത് ചെയ്തോ, ഈ തീറ്റേനെ ഇവിടെ ഇട്ട് കൊടുത്തോ, ഒരു കുഴപ്പമില്ല. സൈൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ദിസ് വിൽ ബി ഈക്വൽ ടു സൈൻ ഓഫ് മൈനസ് തീറ്റ. അപ്പോൾ ഒന്നുമില്ല, ഈ മൈനസ് പുറത്തുണ്ട്. സൈൻ്റെ കേസിലാണെങ്കിൽ, സൈൻ്റെയും ടാനിൻ്റെയും കേസിലാണെങ്കിൽ, കോസിൻ്റെ കേസിൽ നടക്കില്ല. ഈ ഒരു മൈനസിനെടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, തീറ്റേൻ്റെ അവിടെ കൊണ്ട് ഇട്ട് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ അത് നമ്മളിവിടെ ചെയ്യാൻ പോകണം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, നമുക്ക് I = V0/XL അങ്ങനെ തന്നെ കിട്ടെ. ഈ മൈനസിനെടുത്ത് ഞാൻ ഈ ഒരു തീറ്റേൻ്റെ ഈ മൊത്തം സാധനത്തിന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, 90 മൈനസ് ആവും, ഒമേഗ ടി മൈനസ് ഓഫ് മൈനസ് ആയിട്ട് പ്ലസ് ആവും. അപ്പോൾ ഒമേഗ ടി പ്ലസ്സും സൈനിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്താൽ സൈൻ ഓഫ് ഒമേഗ ടി പ്ലസും 90 മൈനസും ആയിട്ട് ഇത് കാണാൻ ഇതുപോലെ ഉണ്ടാവും ഇക്വേഷൻ. ഇവനെ നമ്മൾ എന്താ വിളിക്കുക, ഇവനെ നമ്മൾ കറണ്ടിൻ്റെ പീക്ക് വാല്യൂ എന്നോട് വിളിക്കുക. I = I0 സൈൻ ഓഫ് ഉള്ളിൽ എന്താ ഉണ്ടാവുക, ഒമേഗ ടി മൈനസ് 90 ഡിഗ്രി ആയിരിക്കും ഉണ്ടാവുക. ദിസ് വിൽ ബി ദ ഫൈനൽ ഇക്വേഷൻ ഓഫ് കറണ്ട്. ഇതാണ് കറണ്ടിൻ്റെ ഫൈനൽ ഇക്വേഷൻ. ഇത്രേ ഉള്ളൂ സംഗതി. ഇത്രയും ചെയ്ത് വെച്ചാൽ പണി തീർന്നു. ശ്രദ്ധിക്കുക, കറണ്ട് എന്താണ് മക്കളെ, 90 ഡിഗ്രി പുറകിലാണ്. വോൾട്ടേജ് ഒമേഗ ടി ആണ്, ഇത് ഒമേഗ ടി മൈനസ് 90 ഡിഗ്രിയാണ്. അപ്പോൾ കറണ്ട് 90 ഡിഗ്രി പുറകിലാണ്. അല്ലെ വോൾട്ടേജ് ലീഡ്സ് ബൈ 90 ഡിഗ്രി നമ്മൾ പറയും. ഫേസർ ഡയഗ്രം വരയ്ക്കുമ്പോൾ അങ്ങനെ വരയ്ക്കേണ്ടത്, വോൾട്ടേജിന് എപ്പോഴും ഒരേപോലെ തന്നെ വരയ്ക്കുക. വോൾട്ടേജ് എത്രയാണ് ഉണ്ടാവുക, V0 ഒമേഗ ടിയിലായിരിക്കും ഉണ്ടാവുക. കറണ്ട് ഒമേഗ ടി മൈനസ് 90, അത് ഒമേഗ ടി വരെ വന്നിട്ട് 90 ഡിഗ്രി ബാക്കോട്ട് പോകുക. അപ്പോൾ ഒമേഗ ടിയിൽ നിന്ന് 90 ഡിഗ്രി ബാക്കോട്ട് പോയാൽ യു വിൽ ഗെറ്റ് കറണ്ട്. അപ്പോൾ ഇത് 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഒമേഗ ടി വരെ വന്നു, മൈനസ് 90 ഡിഗ്രി. ഈ കറണ്ട് പുറകിലായിരിക്കും. എത്ര പുറകിലായിരിക്കും, വോൾട്ടേജിൽ നിന്ന് 90 ഡിഗ്രി പുറകിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ പഠിച്ചു വെക്കണം. ക്ലിയർ ആണല്ലോ മക്കളെ, ബുദ്ധിമുട്ടില്ല, സെറ്റ്. അങ്ങനെയാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാൻ. നമുക്ക് അടുത്ത ചോദ്യം പിടിച്ചോ. ഡ്രോ ദി ഫേസർ ഡയഗ്രാം ഫോർ ആൻ AC വോൾട്ടേജ് അപ്ലൈ ടു LCR സർക്യൂട്ട്. LCR എന്ന് പറഞ്ഞാൽ 3 കൂടി വരുന്ന സർക്യൂട്ടാണ്. ഇതൊക്കെ നിങ്ങൾ ലൈവിൽ നിന്ന് പഠിച്ചിട്ടുണ്ടാകും. ഇതാണ് LCR സർക്യൂട്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫേസർ ഡയഗ്രാം എല്ലാ വർഷവും ചോദിക്കുന്നതാണ്. ഇതിന് ഡെറിവേഷൻ ഒരു പ്രോസസ്സ് ഉണ്ട്, അത് എല്ലാ വർഷവും ചോദിക്കാറില്ല. അതൊന്നും വേണം പഠിച്ചു വെച്ചേക്ക് എക്സ്ട്രാ. പക്ഷേ ഫേസർ ഡയഗ്രാം എപ്പോഴും ചോദിക്കും. ഫേസർ ഡയഗ്രാം വളരെ സിമ്പിളാണ് മക്കൾ, ഇത്രയേ ഉള്ളൂ. 3 പേരുണ്ടാവും ഇവിടെ. അപ്പോൾ ആലോചിച്ച് നോക്ക്, ആദ്യം നിങ്ങൾ ഇങ്ങനെ ഒരു ഫേസർ വരയ്ക്കുക. ഫേസറിൻ്റെ ബേസിക്കലി ഒരു ആക്സിസ് വരയ്ക്കുക, എന്താ ഉദ്ദേശിച്ചത്. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് കറണ്ട് വരയ്ക്കുക. കറണ്ട് ഇപ്രാവശ്യം നമ്മൾ X ആക്സിസിൽ എടുക്കാം. ഇതാണ് കറണ്ട്. കറണ്ടിനെ ക്യാപിറ്റൽ A വെച്ച് കാണിക്കാം. കറണ്ടിൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും ആരുണ്ടാവുക, റെസിസ്റ്ററിലെ വോൾട്ടേജും ഉണ്ടാവുക. കാരണം റെസിസ്റ്ററിലെ വോൾട്ടേജും കറണ്ടും ഫേസിലാണ്, ഒരേ ഫേസിലായിരിക്കും ഉണ്ടാവുക, ഫേസ് ഡിഫറൻസ് ഇല്ല. അപ്പോൾ കറണ്ട് എങ്ങോട്ടാണോ റെസിസ്റ്റർ വോൾട്ടേജ് അങ്ങോട്ടായിരിക്കും. ഇനി പറയാം മക്കളെ, ഇൻഡക്ടറിൻ്റെ വോൾട്ടേജിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ തന്നെ വേണം എഴുതി വെക്കാം. VL-ഉം ഇത് VC-യും കപ്പാസിറ്ററിനെ ഇത് VR-ഉം വെച്ച് നമുക്ക് കാണിക്കാം. ഓക്കെ, ഇത് ഡയഗ്രാം ക്ലിയർ ആണല്ലോ. ഡയഗ്രാം ആവശ്യമില്ല, ആക്ച്വലി ബേസിക് ഡയഗ്രാം മാത്രം മതി, എന്നാണ് ഞാൻ കാണിച്ചിട്ടാണ്. ഓക്കെ, ഇൻഡക്ടറിൽ ആരാണ് മുന്നിലുള്ളത്, കപ്പാസിറ്ററിൽ കറണ്ടാണ്, ഇൻഡക്ടറിൽ വോൾട്ടേജ് ആണ്. അപ്പോൾ ഇൻഡക്ടറിലുള്ള വോൾട്ടേജ് എന്താണ്, നമ്മൾ VL എന്ന് വിളിച്ചു. അതെന്ത് ചെയ്യും, കറണ്ടിനെ ലീഡ് ചെയ്യും. എത്ര ഡിഗ്രി ലീഡ് ചെയ്യും, 90 ഡിഗ്രി ലീഡ് ചെയ്യും. അപ്പോൾ ഇൻഡക്ടറിലെ വോൾട്ടേജ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നീല കളർ വേണ്ട, നമുക്ക് ഓറഞ്ച് കളറിലാണ്. ഇൻഡക്ടറിലെ വോൾട്ടേജ് എങ്ങോട്ടായിരിക്കും ഉണ്ടാവുക മക്കളെ, ഇൻഡക്ടറിലെ വോൾട്ടേജ് കറണ്ടിനെ ലീഡ് ചെയ്യും, 90 ഡിഗ്രി ലീഡ് ചെയ്ത് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഇത് ഇൻഡക്ടറിൻ്റെ വോൾട്ടേജ് VL. കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് നിങ്ങൾ ആലോചിച്ച്, കറണ്ട് കപ്പാസിറ്ററിൽ ലീഡാണ് ചെയ്യുക വോൾട്ടേജിനെ. അപ്പം കറണ്ടിൻ്റെ 90 ഡിഗ്രി പുറകിലായിരിക്കും കപ്പാസിറ്റർ വോൾട്ടേജ് ഉണ്ടാവുക. സോ എവിടേക്കായിരിക്കും കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് ഉണ്ടാവുക, കപ്പാസിറ്റർ വോൾട്ടേജ് നേരെ താഴേക്കായിരിക്കും ഉണ്ടാവുക. പിങ്ക് കളർ വെച്ച് കാണിക്കാം. നേരെ താഴേക്കായിരിക്കും കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് VC ഉണ്ടാവുക. അപ്പോൾ ഇതാണ് ഫേസർ ഡയഗ്രാം. ഇനി ഇതിനൊന്നും കൂടി നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ പോവാണ്. VL-ഉം VC-യും
ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. വി എൽ ആണ് കൂടുതലെങ്കിൽ രണ്ടുപേരും കൂടെ എഫക്റ്റീവ് വോൾട്ടേജ് എന്തായിരിക്കും, മുകളിലേക്ക് വി എൽ മൈനസ് വി സി ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ വീണ്ടും നമ്മൾ ഈ ഡയഗ്രാമിന് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാൻ പോവാണ്. പരീക്ഷയിൽ ഇതൊക്കെ ചെയ്യണേ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷനാണ്. ഡെറിവേഷൻ അല്ല, വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. അപ്പോൾ വീണ്ടും വരയ്ക്കുക. കറണ്ട് ഇങ്ങോട്ടുണ്ട് ഐ എ, പിന്നെ അങ്ങോട്ടേക്ക് തന്നെ വി ആർ ഉണ്ട്, വോൾട്ടേജ് റെസിസ്റ്ററിലെ വോൾട്ടേജ് ഉണ്ട്. ഇവർ രണ്ടാളും കൂടി ചേർന്നിട്ട് വി എൽ മൈനസ് വി സി മുകളിലേക്ക് ഉണ്ടാവും. വി എൽ മൈനസ് വി സിനെ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ഓറഞ്ച് കളറിൽ തന്നെ അടിക്കാം. വി എൽ മൈനസ് വി സി മുകളിലേക്കുണ്ടാവും. വി എൽ മൈനസ് വി സി. ഓക്കെ, ഇനി ഈ വോൾട്ടേജിൻ്റെയും ഈ വോൾട്ടേജിനൂടെ എഫക്റ്റീവ് വോൾട്ടേജ് ഉണ്ടാവില്ല. അതിങ്ങനെ കണ്ടുപിടിക്കുക, ഒന്നുമില്ല, രണ്ടിനെ വെക്ടേഴ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. ഇങ്ങനെ നമ്മളൊരു പാരലോഗ്രാമിൽ ഉപയോഗിക്കുന്ന പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്യുക. അതിൻ്റെ ഡയഗണലിലായിരിക്കും എഫക്റ്റീവ് വോൾട്ടേജ്. അപ്പോൾ എഫക്റ്റീവ് വോൾട്ടേജ് ഇതായിരിക്കും. ഇതാണ് ഫൈനൽ എഫക്റ്റീവ് വോൾട്ടേജ്. ക്ലിയർ ആണല്ലോ? അത് എത്ര ആംഗിളിലായിരിക്കും ഉണ്ടാവുക, കറണ്ടുമായിട്ട് ഫൈ എന്ന് പറഞ്ഞ ആംഗിളിലായിരിക്കും ഉണ്ടാവുക. ഫൈ ആരാണെന്നും കൂടി പഠിച്ചു വെച്ചോ. ഇതൊക്കെ വേണം ബൈ ഹാർട്ട് പഠിച്ചു വെച്ചാൽ മതി. ഓൾറെഡി ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ലോജിക്ക് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ വേണം പഠിച്ചു വെച്ചോ. വി എൽ മൈനസ് വി സി ഡിവൈഡഡ് ബൈ വി ആർ ആണ്. അത് സിമ്പിളാണ്. ടാൻ ഫൈ എടുക്കുക. ടാൻ ഫൈ ഇവിടെ എന്തായിരിക്കും വരിക, ഇത് ബൈ ഇതല്ലേ, അഡ്ജസൻറ്റ് ബൈ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് അല്ലേ. ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഇത്, അതെന്ന് പറഞ്ഞാൽ ഇത്. അപ്പോൾ അത് വി എൽ മൈനസ് വി സി, അഡ്ജസൻറ്റ് ആരാണ്, വി ആർ ആണ്. അതാണ് അതിൻ്റെ ലോജിക്ക്. ഇതിന് വേറൊരു ഇക്വേഷൻ കൂടി ഉണ്ട്, അതും കൂടി വേണം ഇപ്പോൾ പഠിച്ചു വെച്ചോ. എക്സ് എൽ മൈനസ് എക്സ് സി ഡിവൈഡ് ബൈ ആർ. ബേസിക്കലി ഒന്നുമില്ല, വി എല്ലിന് പകരം എക്സ് എൽ, വി സിക്ക് പകരം എക്സ് സി, വി ആറിന് പകരം റെസിസ്റ്റൻസ്. എല്ലാ റെസിസ്റ്റൻസുകൾ വെച്ച് റിപ്ലേസ് ചെയ്ത്, റെസിസ്റ്റൻസ് റിയാക്ടൻസ് വെച്ച് റിപ്ലേസ് ചെയ്തു. അപ്പോൾ ഇത്രയും ഇതാണ്. അപ്പോൾ ആരാണ് സാർ ഫേസർ ഡയഗ്രാം? ഇതാണ് ഫേസർ ഡയഗ്രാം. ഇതാണ് ഫേസർ ഡയഗ്രാം. എൽ സി ആർ സർക്യൂട്ടിൻ്റെ ഫേസർ ഡയഗ്രമാണ് നിങ്ങൾ ഈ കാണുന്നത്. അത് വരച്ച് വെക്കണം. അതുകൂടാതെ ഈ ടാൻ ഫൈ കാണിക്കുക. ടാൻ ഫൈ ആരാന്ന് കൂടി ഒന്ന് എഴുതി വെച്ചാൽ പരീക്ഷയിൽ ഒരു മാർക്ക് പോലും ടീച്ചറിന് കട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കണം, ലൈവ് കാണണം, വേറെ കാര്യം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഡ്രോ ദി ഇംപിഡൻസ് ട്രയാങ്കിൾ ആൻഡ് റൈറ്റ് ദി എക്സ്പ്രഷൻ ഫോർ ഇംപിഡൻസ്. ഇംപിഡൻസ് ട്രയാങ്കിൾ വരയ്ക്കാനും പറയും. ആരെ ഇംപിഡൻസ് ട്രയാങ്കിൾ? ഒന്നുമില്ല, ഇതേ സാധനം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവരുടെ റിയാക്ടൻസും റെസിസ്റ്റൻസും ആക്കുക. വി ആറിന് പകരം ആർ ആക്കുക. വി എൽ മൈനസ് വി സിനെ ഇവിടേക്ക് ആക്കുക, ഇവിടേക്ക് വരയ്ക്കുക. എന്നിട്ട് വി എൽ മൈനസ് വി സിക്ക് പകരം എക്സ് എൽ മൈനസ് എക്സ് സി ആക്കുക. വോൾട്ടേജ് എഫക്റ്റീവ് വോൾട്ടേജ് പകരം ഇംപിഡൻസും ആക്കാം. ഓക്കെ, അപ്പോൾ വരയ്ക്കുമ്പോൾ അവസാനം ഇങ്ങനെ ഉണ്ടാവും മക്കളെ. അടുത്ത പേജിൽ എടുക്കാം. ഒന്നുമില്ല, താഴെ ആരായിരിക്കും ഉണ്ടാവുക, റെസിസ്റ്റൻസ് ഉണ്ടാവും. മുകളിൽ ആരായിരിക്കും ഉണ്ടാവുക, മുകളിലേക്ക് എക്സ് എൽ മൈനസ് എക്സ് സി ഉണ്ടാവും. ഈ ഒരു ഹൈപ്പോട്ടന്യൂസ് ആരായിരിക്കും ഉണ്ടാവാം, ഇംപിഡൻസ് ആയിരിക്കും ഉണ്ടാവുക, സെഡ്. ഇത് ഫൈ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും ടാൻ ഫൈവ് എങ്ങനെയാണ് എക്സ് എൽ മൈനസ് എക്സ് സി ബൈ ആർ ആയിരുന്നത്. കാരണം ടാൻ ഫൈവ് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ എക്സ് എൽ മൈനസ് എക്സ് സി ബൈ ആർ ആയിരിക്കും വരിക. ഓക്കെ, അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇംപിഡൻസിൻ്റെ ഫോർമുല എന്തായിരിക്കും ഉണ്ടാവുക, അത് ഇവിടെ തന്നെ ഒന്നെങ്കിൽ ഓർത്തോ കാലം ഡിറൈവ് ചെയ്യാം. സംഭവം എന്താണ്, ഈ ട്രയാങ്കിൾ നോക്കിയേ, ഇംപിഡൻസ് ആണ് ഹൈപ്പോട്ടന്യൂസ് ആണ്. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പോൾ റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ ആർ സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എക്സ് എൽ മൈനസ് എക്സ് സി ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതാണ് ഇംപിഡൻസിൻ്റെ ഫോർമുല. ഇത് പഠിച്ചു വെക്കണം, ബൈഹാർട്ട് പഠിച്ചു വെച്ചോ, അതാണ് നല്ലത്. ഓക്കെ, ഇംപിഡൻസ് ട്രയാങ്കിൾ ചോദിക്കും, ഇംപിഡൻസിൻ്റെ ഫോർമുലയും ചോദിക്കും. അപ്പോൾ ഇത്ര എഴുതി വെക്കണം. അടുത്ത ചോദ്യം പിടിച്ചോളൂ മക്കളെ. വാട്ട് ഈസ് ദി കണ്ടീഷൻ ഫോർ റെസണൻസ് ടു ടേക്ക് പ്ലേസ്? റൈറ്റ് ദ ഇക്വേഷൻ ഫോർ റെസണൻസ് ഫ്രീക്വൻസി. റെസണൻസ് എന്ന് പറഞ്ഞ സാധനം എപ്പോഴും ഉണ്ടാവുക, ഒന്നുമില്ല, ഈ എക്സ് എല്ലും എക്സ് സി ഈക്വൽ ആകുമ്പോൾ അറ്റ് റെസണൻസ് എഴുതി വെക്കുക. റെസണൻസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, ഈ എക്സ് എല്ലും എക്സ് സിയും ഈക്വലായി. അപ്പോൾ എന്താ സംഭവിക്കുക, എക്സ് എല്ലും എക്സ് സി ഈക്വൽ ആകുമ്പോൾ അത് ഇംപിഡൻസിൻ്റെ കാര്യം പറഞ്ഞേ, മക്കളെ, ഈ സാധനം 0 ആയിപ്പോയി. കാരണം എന്താ, എക്സിൽ ഇത് രണ്ടും സെയിം ആണ്. 3 - 3 0 ആയി. ആ സാധനം 0 ആയിപ്പോയി. അപ്പോൾ എന്ത് മാത്രമേ ഉണ്ടാവും, റൂട്ട് ഓഫ് ആർ സ്ക്വയർ ഉണ്ടാവും. ആ സ്ക്വയർ റൂട്ടും പോയി കഴിഞ്ഞാൽ അവസാനം സെഡ് എന്തായിട്ട് കിട്ടും, സെഡ് ആർ ആയി കിട്ടും. ദാറ്റ് ഈസ് ഇംപിഡൻസ് എന്തിനോട് ഈക്വൽ ആണ്, റെസിസ്റ്റൻസിനോട് ഈക്വൽ ആണ്. അപ്പോൾ സെഡ് മിനിമവും കൂടി ആയിരിക്കും. കാരണം ഈ ഒരു ടേം ഒക്കെ പോയി കഴിഞ്ഞാൽ ഇംപിഡൻസ് മിനിമം ആയിരിക്കും. ആ മിനിമം വാല്യൂ 0 ആയിരിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതെന്തിനോട് ഈക്വൽ ആയിരിക്കും, അത് ആറിനോട്, റെസിസ്റ്റൻസിനോട് ഈക്വൽ ആണ്. അപ്പോൾ റെസണൻസ് കണ്ടീഷനിൽ സെഡ് എന്തായിരിക്കും മക്കൾ, മിനിമം ആയിരിക്കും, റെസിസ്റ്റൻസിനോട് ഈക്വൽ ആണ്. സോ ഓട്ടോമാറ്റിക്കലി കറണ്ട് എന്തായിരിക്കും, കറണ്ട് വിൽ ബി മാക്സിമം, കറണ്ട് മാക്സിമം ആയിരിക്കും ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്ത് വെച്ചോ. ഒരു കാര്യം കൂടി പഠിച്ചു വെച്ചോ, ഫൈ 0 ആയിരിക്കും. ഫേസ് ഡിഫറൻസ് 0 ആയിരിക്കും. കാരണം എന്താ, നിങ്ങൾ ആലോചിച്ച് നോക്ക്, ടാൻ ഫൈ എന്താണ് നമുക്ക്, ടാൻ ഫൈ എന്ന് പറഞ്ഞാൽ എക്സ് എൽ മൈനസ് എക്സ് സി ബൈ ആർ ആണ്. എക്സ് എൽ എക്സ് സി സെയിം ആണെങ്കിൽ ഇത് 0 ആയിപ്പോൾ. അപ്പോൾ ടാൻ ഫൈ 0 ആയിപ്പോൾ ഫൈ എന്താണ്, 0 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഫൈ 0 ഡിഗ്രി ആയി. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചു, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയിൽ എങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇതൊരു കാര്യം. വാട്ട് ഈസ് റെസണൻസ് ഫ്രീക്വൻസി എന്ന് വെച്ചിട്ടുണ്ട്. ഏത് ഫ്രീക്വൻസിയിൽ നടക്കാന്ന് കണ്ടുപിടിക്കാം. ഈ എക്സ് എല്ലും എക്സ് സി ഈക്വൽ ആണെന്നല്ലേ പറഞ്ഞേ. അപ്പോൾ എക്സ് എല്ലിൻ്റെ ഇക്വേഷൻ എന്താണ്, എൽ ഒമേഗയാണ്. എക്സ് സി എന്താണ്, 1/c ഒമേഗയാണ്. ഇതൊന്ന് ഒമേഗ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ആലോചിച്ച് നോക്ക്, ഈ എല്ലിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഒമേഗനെ കൊണ്ട് കൊണ്ടുവന്ന് എന്താ കിട്ടുക, ലെഫ്റ്റ് സൈഡിൽ ഒമേഗ സ്ക്വയർ ഉണ്ടാവും, 2 ഒമേഗ ഡി ഈസ് ഈക്വൽ ടു 1/LC വരും. ദാറ്റ് ഈസ് ഒമേഗ ഈസ് ഈക്വൽ ടു 1/√LC. റൂട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതായിരിക്കും റെസണൻറ്റ് ഫ്രീക്വൻസി. അല്ല, റെസണൻറ്റ് ആംഗുലർ ഫ്രീക്വൻസിയാണത്. റെസണൻറ്റ് ആംഗുലർ ഫ്രീക്വൻസിയാണ് നിങ്ങൾ ഈ കാണുന്നത്. റെസണൻറ്റ് ഫ്രീക്വൻസി കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഒമേഗ എന്ന് പറഞ്ഞാൽ 2πf ആണെന്നറിയാം. 2πf ഈസ് ഈക്വൽ ടു 1/√LC. 2π പറഞ്ഞു വിടാം. അപ്പം നിങ്ങൾക്ക് എഫ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും, എഫ് ഇസ് ഈക്വൽ ടു 1/2π
√LC. ഈ സംഗതിയാണ്, ഈ എഫ് ആണ് നമ്മുടെ റെസൊണൻറ്റ് ഫ്രീക്വൻസി. അപ്പോൾ റെസൊണൻറ്റ് ഫ്രീക്വൻസി ആരാണ് ശരിക്കും? ഇവനാണ് റെസൊണൻറ്റ് ഫ്രീക്വൻസി. പരീക്ഷയിൽ റെസൊണൻറ്റ് ഫ്രീക്വൻസിയോ റെസൊണൻറ്റ് ആംഗിൾ ഫ്രീക്വൻസിൻ്റെ ഫോർമുല ഉപയോഗിച്ചിട്ട് ചോദ്യം വരും. എല്ലും സി ഞാൻ കാണിച്ചിട്ട് അപ്പോൾ ചോദ്യം. അപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ ഫോർമുല ഉപയോഗിക്കുക, പരിപാടി തീർക്കാം. സെറ്റാണോ? വലിയ ബുദ്ധിമുട്ട് കാണുന്നില്ല. സിമ്പിളായിട്ട് അല്ലെങ്കിലും പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ ചോദിക്കും, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വാട്ട് ഈസ് ദ കണ്ടീഷൻ ചോദിച്ചു, അതിന് പറഞ്ഞു XL = XC ആണ് അതിൻ്റെ കണ്ടീഷൻ. അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. കറണ്ട് മാക്സിമം ആയിരിക്കും, ഏറ്റവും പീക്ക് അടിക്കും കറണ്ട്. ഇമ്പിഡൻസ് മിനിമം ആയിരിക്കും. ഇമ്പിഡൻസ് പറഞ്ഞാൽ ഓവറോൾ സർക്യൂട്ട് കൊടുക്കുന്ന റെസിസ്റ്റൻസ്. പിന്നെ ഫേസ് ഡിഫറൻസ് എത്രയായിരിക്കും? കറണ്ട് വോൾട്ടേജ് നമ്മൾ ഫേസ് ഡിഫറൻസ് 0 ആയിരിക്കും. അതിൻ്റെ ലോജിക്കൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ഫ്രീക്വൻസി, റെസൊണൻറ്റ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനും പഠിച്ചു വെക്കുക. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പോൾ ഇതുപോലത്തെ ചോദ്യം പരീക്ഷയിൽ പഠിച്ചു വെക്കും കേട്ടോ. നെക്സ്റ്റ് ചോദ്യം, റൈറ്റ് ദ ഇക്വേഷൻ ഫോർ പവർ ഫാക്ടർ. ആരാണ് ഈ പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ? അപ്പോൾ പവറിൻ്റെ ഇക്വേഷൻ, ഒരു LCR സർക്യൂട്ടിൻ്റെ പവറിൻ്റെ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ VRMS IRMS cos φ എന്നാണ്. VRMS എന്ന് പറഞ്ഞാൽ V0/√2, IRMS എന്ന് പറഞ്ഞാൽ I0/√2, cos φ എന്ന് പറഞ്ഞാൽ ആ ഫൈയില്ലേ, ആ ഇമ്പിഡൻസ് ട്രയാങ്കിൾ. ഇമ്പിഡൻസ് ട്രയാങ്കിൾ ജസ്റ്റ് പെട്ടെന്ന് വരച്ചേക്കാം, നമുക്ക് ആവശ്യം വരും. ഫൈസ് എന്ന് പറഞ്ഞാൽ ഇവിടെ R, ഇവിടെ XL - XC, ഇവിടെ Z. ആ ഫൈ ആണ് cos φ. ഈ cos φ എന്ന് പറഞ്ഞ സാധനത്തിന് ഇതാ ഇവനെയാണ് നമ്മൾ വിളിക്കുക പവർ ഫാക്ടർ PF. അപ്പോൾ പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ആരാണ്? cos φ ആണ്. മൊത്തം പവറാണിത്. പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ മൊത്തം പവർ, അല്ല cos φ മാത്രം. ആ ഫാക്ടറാണ് പവർ ഫാക്ടർ. അപ്പോൾ അവൻ്റെ ഇക്വേഷൻ എങ്ങനെ കിട്ടുക? അവൻ്റെ ഇക്വേഷൻ ഈ ട്രയാങ്കിൾ നോക്കിയാൽ കിട്ടില്ലേ? എങ്ങനെ കിട്ടുക സാർ? cos φ എന്ന് പറഞ്ഞാൽ എന്താ? അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അഡ്ജസൻറ്റ് എത്രയാണ്? R ആണ്. ഹൈപ്പോട്ടന്യൂസ് Z ആണ്. അപ്പോൾ പവർ ഫാക്ടറിൻ്റെ ഇക്വേഷൻ എന്താണ് മക്കളെ? R/Z ആണ്. പരീക്ഷ ചോദിക്കും. R എന്നാണ് റെസിസ്റ്റൻസ്, Z എന്നാണ് ഇമ്പിഡൻസ്. ഓക്കെ, അടുത്ത ചോദ്യം പിടിച്ചോളൂ. കാൽക്കുലേറ്റ് ദി ഇമ്പിഡൻസ് ആൻഡ് പവർ ഫാക്ടർ ഓഫ് ദി ഫോളോയിങ് സർക്യൂട്ട്. ഈ സർക്യൂട്ടിൻ്റെ ഇമ്പിഡൻസും പവർ ഫാക്ടറും കണ്ടുപിടിക്കുക. അത് ഇമ്പിഡൻസ് കണ്ടുപിടിക്കാം. ഇമ്പിഡൻസിൻ്റെ ഫോർമുല എന്താ? അത് ബൈ ഹാർട്ട് പിടിക്കണം. √ നമ്മൾ നേരത്തെ കണ്ട ഫോർമുല തന്നെ, R² + XL - XC (2). R² എത്രയാണ് സർക്യൂട്ടിൻ്റെ? റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എത്രയാണ്? 5. എല്ലാം ഓം ആയിരിക്കും XL XC ഒക്കെ, പക്ഷേ റെസിസ്റ്റൻസിൻ്റെ എത്രയാണ്? അത് 5 ആണ്. അപ്പോൾ 5² + XL - XC. XL 15 ആണ്, XC 3 ആണ്. 15/-3 (2). ദാറ്റ് ഈസ് √5² + 15/3 എന്ന് പറഞ്ഞാൽ 12² ഇത് ചെയ്താൽ നിങ്ങൾക്ക് 13 ഓം എന്ന് കിട്ടും. √169 കിട്ടും. ദാറ്റ് ഈസ് ബേസിക്കലി 13 ഓംസ്. അപ്പോൾ ഇമ്പിഡൻസ് എത്രയായി കിട്ടി മക്കളെ? ഇമ്പിഡൻസ് Z = 13 ഓംസ് കിട്ടി. നെക്സ്റ്റ് വേണ്ടത് പവർ ഫാക്ടറാണ്. പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ R/Z ആണ്. ഓക്കെ, പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ R/Z ആണ്. R എത്രയാണ്? R നമുക്ക് ഓൾറെഡി അറിയാൻ പറ്റില്ല. R എന്ന് പറഞ്ഞാൽ 5 ഓംസ് ആണ്. 5 ഓംസ്. ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ 13 എന്ന് കിട്ടി. സോ ഇത്രയായിരിക്കും വരിക. ഇത് വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഒന്നും 5 ഒന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 5 എല്ലാം ചോദിച്ചാൽ കണ്ടുപിടിക്കാൻ മാത്രമേ ഉള്ളൂ. അല്ല, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 5/13 ആണ്. 5/13 നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെസിമൽ ഫോമിലാക്കാം. ഓക്കെ, റെഡി. അതോടെ പവർ ഫാക്ടർ തീർന്നു. ഇഫ് ദി പവർ ഫാക്ടർ ഈസ് യൂണിറ്റി എന്ന് പറഞ്ഞാൽ 1, വാട്ട് ഈസ് ദി ഇമ്പിഡൻസ് ഓഫ് ദി സർക്യൂട്ട്? പവർ ഫാക്ടർ യൂണിറ്റി ആണെങ്കിൽ ഇമ്പിഡൻസ് എത്രയായിരിക്കും വരിക? പവർ ഫാക്ടർ യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം മക്കളെ? cos φ = പവർ ഫാക്ടർ എന്നാൽ cos φ ആണ് = 1. കോസ് എപ്പോഴാണ് 1 വരിക? 90 ഡിഗ്രിയിലാണോ 0 ആണോ? φ = 0 ഡിഗ്രിയിലാണ് കോസ് എന്ത് ചെയ്യാം മക്കളെ? 1 വരിക. പവർ ഫാക്ടർ യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഫേസ് ഡിഫറൻസ് 0 എന്ന് കിട്ടി. വാട്ട് ഈസ് ഇമ്പിഡൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് മക്കളെ. ഈ ഫേസ് ഡിഫറൻസ് എപ്പോഴാണ് 0 ഡിഗ്രി വരിക? LCR സർക്യൂട്ടിൽ ഫേസ് ഡിഫറൻസ് ഒറ്റ കണ്ടീഷനിൽ 0 ഡിഗ്രി. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്തു. ഫേസ് ഡിഫറൻസ് എപ്പോഴാണ് 0 വരിക? റെസണൻസിലാണ് വരിക. അപ്പോൾ ബേസിക്കലി മനസ്സിലാക്കണം, ഇത് റെസണൻസിലാണ്. അപ്പോൾ ഇനി മുതൽ എപ്പം നിങ്ങൾ പരീക്ഷയിലെ പല ചോദ്യങ്ങളിലും അവർ റെസണൻസിലാണെന്ന് പറയില്ല. അവർ പറയും പവർ ഫാക്ടർ യൂണിറ്റി ആണെന്ന് പറയും. അതിൻ്റെ അർത്ഥം എന്താണ്? φ 0 ആണെന്നും റെസണൻസിലാണ്. റെസണൻസിലാണ് നിങ്ങൾക്ക് എല്ലാം അറിയാം. Z എത്ര, ഇമ്പിഡൻസ് എത്രയായിരിക്കും? മിനിമം ആയിരിക്കും, = R ആയിരിക്കും. കറണ്ട് മാക്സിമം ആയിരിക്കും. എല്ലാം നിങ്ങൾക്ക് പറയാൻ പറ്റും. ഫ്രീക്വൻസി എത്രയായിരിക്കും? ഫ്രീക്വൻസി = 1 = 1/√LC, ഫ്രീക്വൻസി = 1/2π√LC. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ആ ഒരൊറ്റ cos φ 1 ആണെന്നുള്ള സംഗതി നിങ്ങൾക്ക് പറയാൻ പറ്റണം. പവർ ഫാക്ടർ യൂണിറ്റി ആണെന്ന് അവർ പറയുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. ഈ ഇക്വേഷൻസ് ഒക്കെ വാലിഡ് ആയിരിക്കും മനസ്സിലാക്കുക. അപ്പോൾ ഇമ്പിഡൻസ് എത്രയായിരിക്കും? റെസിസ്റ്റൻസിനോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ എത്രയായത്? 5 ഓംസ് ആയിരിക്കും ഈ സർക്യൂട്ടിൽ. ഈ സർക്യൂട്ടിൽ എത്രയായിരിക്കും? = 5 ഓംസ് കഴിഞ്ഞു. അപ്പോൾ ഇമ്പിഡൻസ് 5 ഓംസ് ഉണ്ടാവും. അല്ലാത്തപ്പോൾ ഇമ്പിഡൻസ് എത്രയായിരുന്നു? സാധാരണഗതിയിൽ 13 ഓംസ് ആണ്. പക്ഷേ ഇത് റെസണൻസിലായതുകൊണ്ട് ഇമ്പിഡൻസ് മിനിമം ആയിരിക്കും, 5 ഓംസ് ആയിരിക്കും. സംഗതി ക്ലിക്കാവുന്നുണ്ട് വിചാരിക്കുന്നു. അപ്പോൾ വേറെ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ അവിടെ? ഇല്ല. അടുത്ത ചോദ്യം, കാൽക്കുലേറ്റ് ദ റെസൊണൻറ്റ് ഫ്രീക്വൻസി ഓഫ് LCR സർക്യൂട്ട് വിത്ത് L = അപ്പോൾ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ റെസൊണൻറ്റ് ഫ്രീക്വൻസിൻ്റെ ഇക്വേഷൻ എഴുതുക. അപ്പോൾ രണ്ടും കണ്ടുപിടിച്ചേക്കും. ഒമേഗ കണ്ടുപിടിച്ചേക്ക്, എഫ് കണ്ടുപിടിച്ചേക്കും. കാരണം ചില ടീച്ചേഴ്സൊക്കെ വിചാരിക്കുന്നതല്ല, ചില ടീച്ചേഴ്സിൻ്റെ ആൻസറിൽ അവർ തപ്പുക ഒമേഗയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒമേഗ കണ്ടുപിടിച്ചേക്ക്, എഫ് കണ്ടുപിടിച്ചേക്ക്. ഒമേഗ കണ്ടുപിടിക്കുന്ന 1/√LC, എഫ് കണ്ടുപിടിക്കുന്ന 1/2π√LC. ചിലർ ഈ റെസൊണൻറ്റ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന ഒമേഗ ആയിരിക്കും, ചില ഉദ്ദേശിക്കും ചിലപ്പോൾ. പക്ഷേ ആക്ച്വലി ഇതാണ്
കാരണം ഇത് ആംഗിൾ ഫ്രീക്വൻസി അല്ലേ. പക്ഷേ രണ്ട് കണ്ടുപിടിച്ചിരിക്കും. പിന്നെ ടീച്ചേഴ്സ് സാറ്റിസ്ഫൈഡ്. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇതിൽ ഇട്ട് കൊടുക്കുക. LCRൻ്റെ നോക്കിക്കുക, എല്ലും സിയും. എൽ എന്ന് പറഞ്ഞാൽ L = 5 ഹെൻറി, C = 80 മൈക്രോ ഫാരഡ്. മൈക്രോ എന്ന് പറഞ്ഞാൽ 10⁻⁶. അപ്പോൾ 10⁻⁶ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇത് ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ചെയ്താൽ മതി. ഇവിടെ നിങ്ങൾ 5 ഇട്ട് കൊടുക്കുക, ഇവിടെ 80 × 10⁻⁶ കൊടുക്കുക. ഈ 6 എന്തെങ്കിലും റോളുണ്ടോ? ഒരു റോളില്ല, വെറുതെ കൊടുത്തിരിക്കുക. ഒരു റോളില്ല, ഫ്രീക്വൻസിനെ ഡിറ്റർമിൻ ചെയ്യാൻ റോളില്ല. അണ്ടർ വാട്ട് കണ്ടീഷൻ ഈസ് LCR സർക്യൂട്ട് യൂസ് ഫോർ റേഡിയോ ട്യൂണിംഗ്? LCR സർക്യൂട്ട് ആണ് നമ്മൾ പഴയ റേഡിയോയിലൊക്കെ ഉപയോഗിക്കുക. അത് എന്ത് കണ്ടീഷനിലാണ്? റെസൊണൻസ് കണ്ടീഷനിലാണ്. പഠിച്ചു വെച്ചോ. ഡീറ്റെയിൽ വർക്കിംഗ് പഠിക്കേണ്ട ആവശ്യമില്ല. റെസൊണൻസ് കണ്ടീഷനിലാണ് നമ്മൾ ഉപയോഗിക്കുക. റെസൊണൻസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ആ ഫ്രീക്വൻസി ഇതായിരിക്കും, ഇത് നിന്നാണ്. ക്ലിയർ ആണ്? അടുത്ത ചോദ്യം പിടിച്ചോ. ലാസ്റ്റ് ചോദ്യമായിരിക്കും. ലാസ്റ്റ് ചോദ്യം. വാട്ട് ഈസ് ദി പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫോമർ? ട്രാൻസ്ഫോമറിൻ്റെ പ്രിൻസിപ്പിൾ മക്കളെ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ് ഇവൻ വർക്ക് ചെയ്യുന്നത്. പഠിക്കുക. രണ്ടാമത് ട്രാൻസ്ഫോമർ ചോദിക്കാമെന്ന് ചോദ്യം. റൈറ്റ് 3 എനർജി ലോസ് ഇൻ ട്രാൻസ്ഫോമർ. എനർജി ലോസ് എന്തായാലും ചോദിക്കും പരീക്ഷയിൽ. പഠിച്ചു വെച്ചോ. 3 അല്ല 4 പഠിപ്പിച്ചു തരാം, വേഗം പറഞ്ഞുതരാം. ഫ്ലക്സ് ലീക്കേജ്. ഇതിൻ്റെ എഴുത്ത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പേരെങ്കിലും പഠിച്ചു വെച്ചാൽ. ഫ്ലക്സ് ലീക്കേജ്. അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ ബേസിക് സർക്യൂട്ട് നിങ്ങൾക്ക് അറിയാൻ വിചാരിക്കുന്നു. ഒരു നമ്മുടെ പ്രൈമറി കോയിൽ ഉണ്ടാവും, പിന്നെ നമ്മുടെ ഒരു സോഫ്റ്റ് അയണിൻ്റെ ഇങ്ങനെ ഒരു മെറ്റീരിയൽ ഉണ്ടാവും, പിന്നെ അപ്പുറത്തൊരു സെക്കൻഡറി കോയിൽ ഉണ്ടാവും. സെക്കൻഡറി കോയിലാണ് ഔട്ട്പുട്ട്, പ്രൈമറി കോയിലാണ് ഇൻപുട്ട്. എന്താ ഫ്ലക്സ് ലീക്കേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ബേസിക്കലി സംഭവം എന്ന് വെച്ചാൽ നമ്മൾ അസ്യൂം ചെയ്യുന്ന എന്താണ്, ഈ ഒരു സോളിനോയിഡ് പ്രൈമറി കോയിലിലെ ഫ്ലക്സ് മൊത്തം, മാഗ്നറ്റിക് ഫ്ലക്സ് മൊത്തം ഇവിടെ എത്തുന്നതാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. പക്ഷേ ആക്ച്വലി അവിടെ എത്തുമോ? ഇല്ല. കുറേയൊക്കെ ഫ്ലക്സ് എന്താണ് പുറത്തേക്ക് അന്തരീക്ഷത്തിൽ ലീക്കായി പോകുന്നതാണ് ഫ്ലക്സ് ലീക്കേജ്. ഇത് വേണം ഒന്ന് എഴുതി വെക്കാം, പക്ഷേ ആവശ്യമില്ല, നിർബന്ധമില്ല. റെസിസ്റ്റൻസ് ഓഫ് കോയിൽസ്. നമ്മൾ അസ്യൂം ചെയ്യുന്നത് എന്താണ്? ഈ റെസിസ്റ്റൻസ്, ഈ കോയിലൊന്നും റെസിസ്റ്റൻസ് ഇല്ല എന്നാണ്. പക്ഷേ റിയൽ ലൈഫിൽ എന്താണ്? ഈ കോയിലിന് റെസിസ്റ്റൻസ് ഉണ്ടാവും. റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ എന്തുണ്ടാവും മക്കളെ? H = I² പ്രകാരം ഏത് റെസിസ്റ്ററിലൂടെയും ഹീറ്റ് ഡിസിപ്പേറ്റ് ആയി പോകും. അപ്പോൾ അങ്ങനെ കുറേ എനർജി നഷ്ടമാവും. അതിനാണ് നമ്മൾ റെസിസ്റ്റൻസ് ഓഫ് കോയിൽസ് എന്ന് എഴുതി വെക്കുക അവിടെ. എഡ്ഡി കറണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ സോഫ്റ്റ് അയൺ കോർ, ഇത് എന്താണ്? സോഫ്റ്റ് അയണിൻ്റെ മെറ്റീരിയലാണ്. അപ്പോൾ ഈ സോഫ്റ്റ് അയൺ വഴിയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഫ്ലക്സ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഈ സോഫ്റ്റ് അയണിൻ്റെ ഫ്ലക്സ് മാറുമ്പോൾ അവൻ്റെ ഉള്ളിൽ എന്താണ്? കറണ്ട് ഉണ്ടാകുന്നുണ്ട്. ആ കറണ്ടിനെ വിളിക്കുന്ന പേരാണ് എഡ്ഡി കറണ്ട്. സോഫ്റ്റ് അയൺ ഒരു മെറ്റാലിക് ഒരു ഷീറ്റാണ്, ഒരു ബോഡിയാണ്. അപ്പോൾ അങ്ങനെ സോളിഡ് ആയിട്ടുള്ള ഒരു ബോഡിയിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ അവൻ്റെ ഉള്ളിൽ കറണ്ട് ഉണ്ട്. ആ കറണ്ടിനാണ് എഡ്ഡി കറണ്ട് എന്ന് വിളിക്കുക. ഈ എഡ്ഡി കറണ്ട് ഉണ്ടാവുകൊണ്ട് എന്താ കുഴപ്പം? എഡ്ഡി കറണ്ട് ഉണ്ടെങ്കിൽ വീണ്ടും കറണ്ട് ഉണ്ടെങ്കിൽ ഹീറ്റ് ഉണ്ടാവില്ലേ? അപ്പോൾ ഹീറ്റായിട്ട് കുറേ എനർജി ലോസ്റ്റ് ആയി പോകും. അപ്പോൾ എഡ്ഡി കറണ്ട് വരുമ്പോൾ പിന്നെ ഹിസ്റ്ററിസിസ് ലോസ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഈ സോഫ്റ്റ് അയൺ കോർ ഓരോ പ്രാവശ്യം എന്താണ്? മാഗ്നറ്റിക് ഫ്ലക്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം AC സോഴ്സ് അല്ല. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് അങ്ങോട്ടുണ്ടാവും, അങ്ങോട്ടുണ്ടാവും. അപ്പോൾ അങ്ങോട്ടേക്ക് മാഗ്നറ്റൈസ്ഡ് ആവും, പിന്നെ ഡീമാഗ്നറ്റൈസ്ഡ് ആയിട്ട് ഇങ്ങോട്ടേക്ക് മാഗ്നറ്റൈസ്ഡ് ആവും, പിന്നെ ഡീമാഗ്നറ്റൈസ്ഡ് അങ്ങോട്ട് വീണ്ടും മാഗ്നറ്റൈസ്ഡ് ആവും. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ എനർജി ലോസ് ആയി പോകും ഹീറ്റിൻ്റെ ഫോമിൽ. അതിനെയാണ് നമ്മൾ വിളിക്കുക ഹിസ്റ്ററിസിസ് ലോസ്. ഓൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് റിസൾട്ട്സ് ഇൻ ഹിസ്റ്ററിസിസ് ലോ വിച്ച് അപ്പിയർ ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് യൂസിംഗ് എ മെറ്റീരിയൽ ഓഫ് ലോ ഹിസ്റ്ററിസിസ് വിൽ സോൾവ്. നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. ഈ ഹിസ്റ്ററിസിസ് ലോസ് ഉണ്ടാവും. അറ്റ്ലീസ്റ്റ് ഈ പേരുകളൊന്നും പഠിച്ചു വെക്കുക. അതിൻ്റെ എഴുത്ത് വേണമെങ്കിൽ പഠിച്ചു വെക്കുക. പറ്റുമെങ്കിൽ ഒരു സെൻറ്റൻസിലെങ്കിലും ഒന്ന് എഴുതി വെച്ചാൽ നന്നായിരിക്കും. ഓക്കെ. എനർജി ലോസ് എല്ലാ വർഷം ചോദിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ ഒരു പ്രോബ്ലം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പവർ ട്രാൻസ്മിഷൻ ലൈൻ ഫീഡ്സ് ആൻ ഇൻപുട്ട് പവർ. അപ്പോൾ വേഗം എഴുതിക്കോ. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ പ്രൈമറി വോൾട്ടേജ്, ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ സെക്കൻഡറി വോൾട്ടേജ്, നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി ഉണ്ട്, നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി ഉണ്ട്. ഇതാണ് സ്റ്റാൻഡേർഡ് ചോദ്യം. ഓക്കെ, നമുക്ക് നോക്കാം. VP ഇൻപുട്ട് പവർ എത്രയാണ്? ഇൻപുട്ട് പവർ 2300 വോൾട്ട് ആണ്. ഓക്കെ. ടു എ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. വോൾട്ടേജിനെ കുറയ്ക്കാൻ പോവാണ് കേട്ടോ. വിത്ത് പ്രൈമറി വൈൻഡിങ്സ്, പ്രൈമറിയിലെ ടേൺസ് 4000 ആണ്. വാട്ട് ഷുഡ് ബി ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി ടു ഗെറ്റ് ഔട്ട്പുട്ട് വോൾട്ട്? 230 വോൾട്ട്. മക്കളെ, ട്രാൻസ്ഫോമറിൻ്റെ ഫസ്റ്റ് ഇക്വേഷൻ പഠിച്ചു വെച്ചോ. VS/VP = NS/NP. ഇത്ര ആലോചിക്കേണ്ടുള്ളൂ. S മുകളിൽ വന്നാൽ ഇവിടെ S മുകളിൽ വരണം, P താഴെ വന്നാൽ P താഴെ വരണം. ആ സെയിം ഓർഡറിലായിരിക്കണം ഉണ്ടാവേണ്ടത്. നമുക്ക് വേണ്ടത് ഇതിൽ ആരാണ് മക്കളെ? NS ആണ് വേണ്ടത്. അപ്പോൾ NP കൂടി പറഞ്ഞുവിടാം. അപ്പോൾ VS/VP × NP കിട്ടും. VS എത്രയാണ് മക്കളെ? VS 230 ആണ്. മറ്റേ എത്രയാണ്? 2300 ആണ്. കറക്റ്റല്ല എഴുതുന്നത്? അല്ല. NP എത്രയാണ്? 4000 ആണ്. ഇതൊന്നും കട്ടിയത് 10 കിട്ടും. 4000/10 400. അപ്പോൾ സെക്കൻഡറിയിൽ എത്ര ടേൺസ് ഉണ്ടാവണം? ഇവൻ വർക്ക് ചെയ്യണമെങ്കിൽ 400 ടേൺസ് ഉണ്ടാവണം. 400 ആണ് ആൻസർ വരിക. 400 വരും. ക്ലിയർ ആണ്? അപ്പോൾ ജസ്റ്റ് ഏത് ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി? ഇത് ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ഇവിടുന്ന് ഒരു ഇക്വേഷൻ കൂടെ ഉപയോഗിച്ചിട്ട് വേണം ചോദ്യം വരാം. ഇവിടെ ചോദിച്ചിട്ടില്ല, പക്ഷേ വേണം ചോദ്യം വരാം. പവറിൻ്റെ ഇക്വേഷൻ. അപ്പോൾ പവറിൻ്റെ ഇക്വേഷൻ വോൾട്ടേജിൻ്റെ വരണ്ടാന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ പ്രൈമറിയിലെ പവർ എത്രയായിരിക്കും? VP/IP. സെക്കൻഡറിയിലെ പവർ എത്രയായിരിക്കും? VS/IS. സെക്കൻഡറിയിൽ പവർ VI തന്നെയാണ്. ഇപ്പോൾ VS/IS. മനസ്സിലാക്കേണ്ട കാര്യം, ട്രാൻസ്ഫോമറിൽ പവർ രണ്ട് കോയിലും ഐഡിയൽ ട്രാൻസ്ഫോമർ ആണെങ്കിൽ സെയിം ആയിരിക്കും.
എനർജി ലോസ് ഒന്നുമില്ല ട്രാൻസ്ഫോമറാണ്. അപ്പോൾ ഒന്നും പറഞ്ഞില്ല, എനർജി ലോസ് ഇല്ലാത്ത ട്രാൻസ്ഫോമർ എടുക്കുക, പരിപാടി തീർക്കുക. ഇതുപോലത്തെ ഒരു ചോദ്യം പരീക്ഷയിൽ വരാം. അപ്പോൾ അവർ കറണ്ട് പ്രൈമറിയിൽ എത്രയാണ്, ഇത് ഇത്രയാണ്, അങ്ങനെയാണ് പ്രൈമറിയിലെ വോൾട്ടേജ് എത്രയായിരിക്കും. അങ്ങനെ ചോദിച്ചാൽ ഈ ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്. കറണ്ടും വോൾട്ടേജും ആവശ്യം വന്നു കഴിഞ്ഞാൽ പവറിൻ്റെ ഇക്വേഷൻ ഉപയോഗിക്കുക, പവർ രണ്ടിടത്ത് സെയിം ആയിരിക്കും. ആ ലോജിക് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ക്ലിയർ ആണുള്ള മക്കളെ? സെറ്റാണ്, ബുദ്ധിമുട്ടില്ല, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ പരീക്ഷയിൽ വരിക മക്കളെ. ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ വരണമെന്നില്ല, ഞാൻ ക്ലബ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ എല്ലാ ചോദ്യം പിടിച്ചിട്ട് ഒറ്റയടിക്ക് ആക്കിയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ വരുന്നത്. അല്ലെങ്കിൽ പരീക്ഷയിൽ ചിലപ്പോൾ എന്താണ് ഈ ഒരു ചോദ്യം മാത്രമേ ചോദിക്കുള്ളൂ, അല്ലെങ്കിൽ ഈ ചോദ്യം മാത്രമേ ചോദിക്കുള്ളൂ. അപ്പോൾ ഞാൻ ഇത് ചെയ്ത 10 ചോദ്യങ്ങളിൽ ഒരു 30 ചോദ്യങ്ങളെങ്കിലും ആക്ച്വൽ പരീക്ഷയിൽ വരാവുന്ന രീതിയിൽ ഉള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, പല ചോദ്യങ്ങളും ഇങ്ങനെ ക്ലബ് ചെയ്ത് ഞാൻ കൊണ്ടുവന്നുകൊണ്ടാണ് ഓരോ ചോദ്യത്തിലും കൂടുതൽ പറയേണ്ടി വരുന്നത്. ഓക്കെ, പക്ഷേ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് എല്ലാ ചാപ്റ്ററിലെ എല്ലാ കോൺസെപ്റ്റും എല്ലാ ടോപ്പിക്സും ഈ ഒരു വീഡിയോയിലൂടെ കവറായി കിട്ടും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ കുറച്ച് ചിന്തിച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇത് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അത് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഞാൻ എല്ലാവരുടെയും കമൻറ്റ്സ് വായിക്കുന്നതായിരിക്കും. എനിക്കിത് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ നല്ല അടിപൊളിയാണെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കൂടുതൽ വീഡിയോസൊക്കെ ചെയ്യാനും ലൈവുകൾ എടുക്കാനും ക്ലാസ് എടുക്കാനും ഒക്കെ മോട്ടിവേഷൻ കിട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ്, ഓണസ്റ്റ്ലി പറയുന്ന കാര്യം കേട്ടോ. ഓക്കെ, അപ്പോൾ അതിനുള്ള മക്കളെ ഓൾ ദി ബെസ്റ്റ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.